أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم وعلى آله وأصحابه. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء فأعطاك الله سؤلك فجزاك الله ما هو أهلك. فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടി അല്ലാഹു തആലാന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. പലരും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയും ദുനിയയും മുഖറുകയുമായ എല്ലാ ആഫാത്തും മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെയും സദസ്സിലുള്ളവരെയും ബന്ധപ്പെട്ട് വസിയത്ത് ചെയ്തവരെയൊക്കെ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു തആല ഈ ദുആയിൽ ഉൾപ്പെടുത്തട്ടെ. പിന്നെ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളൊക്കെ വെച്ച ആൾക്കാർ പറഞ്ഞവർ, അതിലൊക്കെ അല്ലാഹു തആല ഖൈറ് പോലെ കാര്യങ്ങളൊക്കെ സലാമത്താക്കി കൊടുക്കട്ടെ. അതിലൂടെ ദീനിയും ദുനിയയുമായ നന്മ നമുക്കും അവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാത്തവർക്ക് അനുവദനീയ ഹലാലായ ജോലി അല്ലാഹു തആല നൽകട്ടെ. ഉള്ളവർക്ക് അല്ലാഹു തആല ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. രോഗങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് വലിയുന്ന ആൾക്കാർ അതിനൊക്കെ നല്ല നിലക്കുള്ളതായ ഒരു സലാമത്ത് അല്ലാഹു നമുക്കും അവർക്കും നൽകട്ടെ. മറ്റ് എല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹു തആല ആദരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിൻ്റെയും മഹാത്മാക്കളെ ഹക്കുകൊണ്ട് നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയൊക്കെ എല്ലാ ആപത്തുകളെ തൊട്ടും സർവ്വ ഷർറുകളെ തൊട്ടും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായി ശഅബാൻ മാസം നമ്മിലേക്ക് വന്നു. ഇനി അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. റജബിൻ്റെതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ശഅബാൻ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഓരോ മാസങ്ങളും ദിവസങ്ങളും നമ്മളിലേക്ക് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ അവരെ നല്ല നിലക്ക് സ്വീകരിക്കുകയും അവരെ വിട പറഞ്ഞു പോകുന്നത് സന്തോഷത്തോടു കൂടിയാവണം. അപ്പോഴാണ് അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കുക. ഇപ്പോൾ റമളാനിൽ നമ്മളൊരു പ്രാർത്ഥന പറയലുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ. പരിശുദ്ധ റമളാൻ മാസം നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണമേ, പ്രതികൂലമായി ഞങ്ങൾക്ക് സാക്ഷി നിൽക്കരുത് എന്നൊക്കെ. അങ്ങനെ മാത്രം പറഞ്ഞതുകൊണ്ട് അനുകൂലമാകുകയില്ല, പ്രതികൂലമാകാതിരിക്കുകയില്ല. അത് ആ മാസത്തിൽ എന്തിനു വേണ്ടിയാണോ അല്ലാഹു തആല ആ മാസം നമുക്ക് തന്നത്, ആ ലക്ഷ്യം അനുസരിച്ച് നമ്മൾ പെരുമാറി കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് ചെയ്തു സൂക്ഷിക്കേണ്ടതൊക്കെ ഇട്ട് സൂക്ഷിച്ചാൽ നമ്മൾ അങ്ങോട്ട് പറയാതെ റമളാൻ പോയി അള്ളാഹിനോട് പറയും,
വളരെ സന്തോഷകരമായിട്ടാണ് എന്നെ ഒരു സ്വീകരിച്ചത്. അവർ ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് നമ്മൾ പറയാതെ തന്നെ അനുകൂലവും സാക്ഷിക്കൂ, ഇനി അങ്ങനെ തന്നെ പ്രതികൂലവും. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അനുകൂലമാകിയെന്നില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റമദാന് മുമ്പുള്ള പ്രധാനപ്പെട്ട ഈ മാസത്തിലാണ് നമ്മളുള്ളത്, ശഅബാൻ. ശഅബാനിക്ക് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്. അമൽ ചെയ്യുന്നവർക്ക് അള്ളാഹു തആലാന്റെ ഇനി കൂടുതൽ അമൽ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹിൻ്റെ കോപത്തിന് ഇരയാവാതിരിക്കണമെങ്കിൽ ഓരോ ദിവസവും മാസവും അതിനെ അള്ളാഹ് മാനിച്ചതായ ആ മാനത്തിനനുസരിച്ച് നമ്മളും പെരുമാറണം. റജബ് മാസത്തിനെ കുറിച്ചുണ്ട്. ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ളതാണ് റജബ്. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ളതാണ് ശഅബാൻ. ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനുള്ളതാണ് റമദാൻ. അപ്പോൾ റജബിൽ കഴിഞ്ഞു പാപങ്ങളെ തൊട്ട് പൊറുക്കലിനെ തേടാൻ. ശഅബാനിൽ ഹൃദയത്തിൻ്റെ ന്യൂനതകൾ, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള കറകളും ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കാൻ. റമദാൻ ഹൃദയത്തിനെ പ്രകാശിപ്പിക്കുക. ഖദറിൻ്റെ രാത്രിയാവുമ്പോൾ അള്ളാഹുവിലേക്കുള്ള സമീപം കരസ്ഥമാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, മൻസാമ സലാഹത്ത അയ്യാം, ശഅബാനിലെ ആദ്യത്തെ 3 ദിവസം, മധ്യത്തിൽ 3 ദിവസം, അവസാനത്തിൽ 3 ദിവസം വല്ലവനും നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു തആല 70 പ്രവാചകന്മാരെ പ്രതിഫലം അവന് തരും. 70 വർഷം അല്ലാഹു തആലക്ക് ഇബാദത്തെടുത്ത പ്രതിഫലം അവന് തരും. ആ വർഷം മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു തആലാന്റെ ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ. മറ്റൊരു ഹദീസിൽ ശഅബാനെ വല്ലവനും ആദരിച്ചു, വത്തഖല്ലാഹു തആല, അള്ളാഹിനെ സൂക്ഷിച്ചു, വഅമല ബി ത്വാഅത്തിഹി, ഇവനാ കഴിയുന്ന രീതിയിലുള്ള ത്വാഅത്തുകൾ ചെയ്തു, വഅംസക നഫ്സുഹു അനിൽ മഅസിയത്തി, തെറ്റായ കാര്യങ്ങളെ തൊട്ട് അവൻ വെടിഞ്ഞു നിൽക്കുകയും ചെയ്താൽ, ഗഫറല്ലാഹു തആല ദുനൂബഹു, പാപങ്ങളൊക്കെയും അവൻ പൊറുക്കും, വആമലഹു മിൻ കുല്ലി മാ യകൂനു ഫീ തിൽക സനത്തി മിനൽ ബലായ വൽ അംറാദ്, ആ വർഷത്തിലുണ്ടാവുന്ന വലിയ വിപത്തുക്കളെ തൊട്ടൊക്കെ അല്ലാഹു തആല അവന് സുരക്ഷ നൽകുകയും ചെയ്യും. പിന്നെ റജബിൻ്റെ ശഅബാന്റെ 15-ാം രാവ് ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്നു. അവിടെയും ഒരു ഹദീസ് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ശഅബാൻ 15-ാം രാവിനന്ന് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ലൈലത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബു സുമ്മായി വ അബ്വാബു റഹ്മ, ആകാശ കവാടങ്ങളും അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ വാതായനങ്ങളൊക്കെ തുറക്കപ്പെടുന്ന രാവാണ്. അപ്പം നബി അപ്പം കിടക്കുകയായിരുന്നു. ഫസ്റ്റിൽ ഓരോ കാര്യം ഇങ്ങനെ വന്ന് പഠിപ്പിക്കുകയാണല്ലോ, അതുവരെ അതിനെക്കുറിച്ചുള്ളത് പഠിപ്പിച്ചിട്ടില്ല. അന്ന് രാത്രിയും കിടക്കുന്ന നേരം ഫക്കും, ഇപ്പോൾ കിടക്കാൻ പറ്റൂല, എഴുന്നേൽക്കൂ, വസല്ലി. ഇന്ന് ഇങ്ങനത്തെ രാത്രിയാണ്, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ വാതിലൊക്കെ തുറക്കുന്ന ഒരു രാവാണ്. എന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുക, വർഫയറസക്ക, തല ഉയർത്തി വയതയ്ക്ക, കൈകളും വിലസമായ ആകാശത്തിലേക്ക് വരും. ജിബ്രീലിനോട് റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഹാദിഹിൽ ലൈല, എന്താ അന്നത്തെ പ്രാധാന്യം? അപ്പോൾ പറഞ്ഞു, ലൈലത്ത് യുഫ്തൂബിയ സലാസമിയത്ത് ബാബുവിനു റഹ്മ, കാരുണ്യത്തിൻ്റെ 300ഓളം കവാടങ്ങൾ അല്ലാഹു തആല ഇന്നത്തെ രാത്രി തുറക്കും. അത് ഇന്നലെയില്ല, നാളെയില്ല, ഇന്ന് മാത്രം. വയഗ്ഫിറുല്ലാഹു തആല ലി ജമീഇ മൻ ലാ യുശ്രികു, ബൗദൈവ വിശ്വാസികളല്ലാത്ത ആൾക്കാർക്കൊക്കെ അള്ളാഹു പൊറുക്കും പാപങ്ങൾ. ഇല്ലാമൻ കാന സാഹിറൻ, മാരണം ചെയ്യുന്നവൻ, അല്ലേ കണക്കൻ, ഔ മുദിമിനഖോരൻ, മദ്യപാനി, ഔ മുസിറൻ അലജന, വ്യഭിചാരത്തിൽ നിത്യമായവൻ, അല്ലെ പരീക്ഷ തിന്നുന്നവൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ, പരദൂഷണം, മുഅ്മിനീങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പറയുന്നവൻ, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിച്ചവൻ, പിണങ്ങി നിൽക്കുന്നവൻ, ഇവരല്ലാത്ത എല്ലാ ആൾക്കാർക്കും ഈ റഹ്മത്ത് ബാധകമാണ്. അങ്ങനത്തെ ഒരു നാളാണ്. ഇവർക്ക് അല്ലാഹു പൊറുക്കൂല, വല കാര്യത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു, നിസ്കരിച്ചു, സുജൂദിൽ വീണ് കരച്ചില്ലേ. കരഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇഖാബിക, എൻ്റെ ശിക്ഷയെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, വസഖ്തിക, എൻ്റെ കോപത്തിനെ തൊട്ട്, ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു വത്തഅല്ലാഹ്. പിന്നെ
ഈ ബറാഅത്തിനെ കുറിച്ച് ലൈലത്തുൽ ഖദ്ർ എന്നൊരു പേരുണ്ട്. ചില ലൈലത്തുൽ ഖദ്ർ പല അർത്ഥത്തിനുണ്ട്. ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ ഖദറിൻ്റെ അർത്ഥം റമദാനിലുള്ള ലൈലത്തുൽ ഖദ്ർ അല്ല പറഞ്ഞത്. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന കണക്കാക്കുന്ന രാവ്, അടുത്ത വർഷം ഈ 15-ാം രാവ് വരെയുള്ള കാര്യങ്ങൾ, മനുഷ്യൻ്റെ ഈ ലോക ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്കാക്കി അതിൻ്റെ രേഖകൾ മലക്കുകളിലേക്ക് കൈമാറുന്ന നാളാണ് ഈ ശഅബാൻ 15. അന്ന് പ്രധാനപ്പെട്ട പല അമലുകളും വന്നിട്ടുണ്ട്. അപ്പം അടുത്ത കാലത്ത് പിൽക്കാലത്തൊക്കെ വന്നതിനേക്കാൾ പ്രധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തന്ന ഹദീസ്, സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസുകൾ ധാരാളമാണ്. സാധാരണയിൽ നമ്മൾ മുൻഗാമി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തുള്ള മുൻഗാമികളൊക്കെ ചെയ്തു പോകുന്നതാണ്. മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ അന്നൊരു 3 യാസീൻ ഓതുക നല്ലതാണ്. യാസീൻ ഓതിയിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അങ്ങനെയുള്ള സൂറത്ത് യാസീൻ ലിമാ കുരിയ ലഹു എന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. യാസീൻ സൂറത്ത് എന്തൊരു ലക്ഷ്യം വെച്ചാണോ ഓതിയത് എന്നാൽ അതിന് പരിഹാരമാണ്. അപ്പോൾ ആ 3 യാസീൻ ഓതിയിട്ട് ആഫിയത്തിന് വേണ്ടി ഹലാലായ റിസ്ക് എന്ന് വെച്ചാൽ പടപ്പുകളെ തൊട്ട് ഐശ്വര്യമാകും. അള്ളാഹിനെ കൊണ്ട് പടപ്പുകളെയും വിട്ടും ചെയ്യുക ഐശ്വര്യമാകും. ഹലാലായ റിസ്ക്, രണ്ടാമത്തത് ആയുസ്സിലുള്ള ബർക്കത്ത്. ഇതൊക്കെ കരുതിയിട്ട് 3 യാസീൻ ഓതലും ഒരു ദുആ ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു വന്ന അമലുകൾ അന്ന് ധാരാളമാണ്. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന് അമൽ ചെയ്യാണ്ടവർക്ക് മനസ്സിലാക്കി വെച്ച് ചെയ്യാവുന്നവർക്ക് ചെയ്യാം. 2 റക്അത്ത് നിസ്കാരം, അത് അലി റളിയല്ലാഹു അൻഹു തൊട്ട് 100 റക്അത്ത് നിസ്കാരം. ഓരോ റക്അത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം 10 ഖുൽ ഹുവല്ലാഹ്. അങ്ങനെ 100 റക്അത്ത്, ഓരോ റക്അത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം 10 ഖുൽ ഹുവല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉള്ള റിപ്പോർട്ടിൽ 12 റക്അത്ത്, ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 30 ഖുൽ ഹുവല്ലാഹ്. വാസിലത്ത് ബിനുൽ അസ്ഖർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ഒക്കെ നബി തന്നെ പറയുന്നത്, ഓരോ സഹാബി റിപ്പോർട്ട് ചെയ്യാം. 4 റക്അത്ത് കുളിച്ച് വൃത്തിയായതിന് ശേഷം 4 റക്അത്ത്, ഫാത്തിഹയ്ക്ക് ശേഷം 25 ഖുൽ ഹുവല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ട് 10 റക്അത്ത്, ഫാത്തിഹയ്ക്ക് ശേഷം 100 ഖുൽ ഹുവല്ലാഹ്. ഇത് ഓരോരുത്തരുടെ ജീവിത ശൈലി അനുസരിച്ചും ഓൾക്കുള്ള നഫ്സിൻ്റെ സ്ഥിതി അനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇനി അതിൻ്റെ പുറമെ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ രാത്രി 14 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് 14 ഫാത്തിഹ, 14 ഖുൽ ഹുവല്ലാഹു, 14 ഫലക്ക്, 14 നാസ്, ആയത്തുൽ കുർസി 1, ലഖദ് ജാഅ. ഇതൊക്കെ അന്ന് രാത്രിയുള്ള അമലുകളാണ്. ഒക്കെ ചെയ്യാൻ കഴിയില്ലെങ്കിലും കുറച്ചെങ്കിലും അന്ന് ചെയ്യുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസമാണ് അന്നത്തെ ദിവസം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുൻഗാമികൾ 70ഓളം ബദരീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഈ നിസ്കാരം നിസ്കരിക്കുന്നവരായിരുന്നു. അപ്പോൾ അത് പറ്റ ലൈഫായിട്ട് തള്ളേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ നാളിൽ ശ്രേഷ്ഠമായിട്ട് റിപ്പോർട്ട് ചെയ്ത. ഇനി ആ ഹദീസ് പ്രകാരമുള്ള സ്വലാത്ത് നിസ്കാരം ചെയ്യുന്നില്ലെങ്കിൽ തന്നെ തസ്ബീഹ് നിസ്കാരം എല്ലാ ദിവസവും സുന്നത്തുള്ളതാണ്. പകലും ചെയ്യുക, രാത്രിയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളെ കൊണ്ട് ജോലിയാവൽ പ്രത്യേകമാണ്. ദുആക്കൊക്കെ ഉത്തരമുള്ള പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ രാവാണ്. പ്രത്യേകിച്ചും ശഅബാനിലാണ്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന് കൽപ്പിക്കുന്ന ഈ ആയത്ത് ഇറങ്ങിയത് ഈ മാസത്തിലാണ്. അപ്പോൾ ഈ മാസം തന്നെ പൊതുവിൽ ശഅബാനു ശഹരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസം നബിയിലേക്ക് ചേർത്തിട്ടുണ്ട്. വെച്ചാൽ എൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് സ്വലാത്തും സലാമും ചെല്ലണമെന്ന് അള്ളാഹു തആല കൽപ്പിച്ചത് ആ ആയത്ത് ഇറങ്ങിയത് ഈ മാസത്തിലാണ്. അപ്പോൾ അത് പ്രമാണിച്ചുകൊണ്ടും സ്വലാത്തുകളെയും സലാമിനെ റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്തു സലാമിനൊക്കെ വർദ്ധിപ്പിക്കുക. പിന്നെ ഇതുപോലെയുള്ള നിസ്കാരങ്ങളൊക്കെ അന്ന് ചെയ്യുക. യാസീൻ ഇതൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യണം. അന്നിപ്പോൾ ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം, അനന്തരഫലം ഇനി അടുത്ത ശഅബാൻ 15 വരെ ഉണ്ടാവും ഇതിൻ്റെ ഫലങ്ങൾ. അങ്ങനെയാണ് ഈ പ്രത്യേക നാളുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു വെള്ളിയാഴ്ച ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു കബൂലായാൽ
അടുത്ത വെള്ളിയാഴ്ച വരെ അതിൻ്റെ ഫലം നമ്മൾ പുറത്ത് കണ്ടോളണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെച്ചെന്ന് കണക്കൂട്ടരുത്. ചിലപ്പോൾ ഒരു ശരിയായിട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് തരിക. അപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചരാവും വെള്ളിയാഴ്ചയും നല്ലവർക്ക് ജീവിച്ചു, അള്ളാഹിനോട് നമ്മൾ കൽബൊക്കെ തുറന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹ് സ്വീകരിച്ചെങ്കിൽ ചിലപ്പോൾ അള്ളാഹിൻ്റെ തൃപ്തിയിലായിട്ട് ജീവിക്കാനുള്ള തെറ്റുകളിൽ നിന്നൊക്കെ വെടിഞ്ഞു നിന്ന് അള്ളാഹ്ക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ തൗഫീക്ക് കിട്ടി. അതാ ഏറ്റവും വലിയ ഭാഗ്യം അടുത്ത ആഴ്ച വരെ. അപ്പോൾ ഒരു വെള്ളിയാഴ്ച സ്വീകാര്യമായാൽ അതിൻ്റെ ഫലം അടുത്ത വെള്ളിയാഴ്ച വരെ ഉണ്ടോ. ഒരു വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പോകും. അതുപോലെ ഒരു തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പോകും, അടുത്ത തിങ്കളാഴ്ച വരെ അതിൻ്റെ ഫലങ്ങളുണ്ട്. ഒരു മുഹറം 10 അത് സ്വീകാര്യമായി കഴിഞ്ഞാൽ അടുത്തൊരു മുഹറം വരെയാണ് അതിൻ്റെ ഫലങ്ങൾ. അതാ ഒരു കൊല്ലത്ത് കള്ള് പൊറുക്കുന്നു. ഒരു അറഫയ്ക്ക് 2 പ്രധാനമാണ് പറഞ്ഞ് അങ്ങനെ അടുത്തൊരു കൊല്ലവും കഴിഞ്ഞൊരു കൊല്ലവും പൊറുക്കുന്നു. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട നാളുകൾക്കൊക്കെ ചില പ്രത്യേകത ഉണ്ട്. അത് ആ നാളുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഒക്കെ ചെയ്യാനും നിരമ്പൊഴുക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എത്ര കഴിയുക അത്രയെങ്കിലും ചെയ്തുകൊണ്ട് ആ ദിവസവും ആ ഭാഗ്യം അള്ളാഹു തആലാന്റെ തൃപ്തിയിലേക്ക് നമ്മൾ കൽബ് കൊണ്ട് മുന്നിടണം. അങ്ങനത്തെ നാളുകളാണ്. അപ്പോൾ അതിൻ്റെ ഗുണം പിന്നെ നമുക്ക് റമളാനിലും മറ്റുള്ളതൊക്കെ കിട്ടാനുണ്ടാവും. ആ നിലക്ക് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അതുപോലെ ശഅബാന്റെ അവസാനത്തെ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ തിങ്കളാഴ്ച ഒരു സുന്നത്ത് നോമ്പ് അന്നൊരു പ്രധാനമുണ്ട്. അത് വളരെ ശ്രേഷ്ഠമായതാണ്. ശഅബാൻ 15 കഴിഞ്ഞാൽ പുതിയൊരു നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുന്നത്ത് നോമ്പൊന്നും പതിവില്ലാത്തതായ ആൾക്കാർ 15 വറാത്തിൻ്റെ ആ നോമ്പും കഴിഞ്ഞിട്ട് അന്ന് നോമ്പുകാരനായി നേരം 15 അന്ന് നോമ്പ് നോൽക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ വന്നു. മധ്യത്തിൽ 3 നോമ്പ് കേൾക്കാൻ പറഞ്ഞു, 13, 14, 15. അത് കഴിഞ്ഞിട്ടൊരു പുതിയ നോമ്പ് തുടങ്ങരുത് എന്ന് വെച്ചാൽ തുടങ്ങിനേരം 3 മാസം തുടരെ നോമ്പ് കേൾക്കുന്നവനാണ് നോൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. അല്ലാതെ സ്പെഷ്യലായിട്ടൊരു നോമ്പ് റമളാൻ്റെ കുറച്ച് മുമ്പ് വെച്ച് തുടങ്ങിയാൽ അപ്പോൾ റമളാനിലേക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കണ്ട എന്നുള്ള നിലക്കാണ് ആ പറഞ്ഞത്. നോറ്റൂടാ എന്നുള്ള അർത്ഥത്തിനല്ല, ആറാമൊന്നുമല്ല. പിന്നെ മറ്റുള്ള നോമ്പുകൾ ഫറലായ നോമ്പുകളൊക്കെ കടമായി വീടേണ്ടവരുള്ളവർ അതൊക്കെ നോറ്റ് വീടാൻ വേണ്ടി ശ്രമിക്കണം. അവർക്ക് ഈ സുന്നത്തിൻ്റെ ഫലം ഉണ്ടാവും, ആ ഫറല് വീടുകയും ചെയ്യും. തെറ്റുകൾ അപാകതകളൊക്കെ ജീവിതത്തിൽ വന്നാൽ ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് കാര്യമല്ല എന്നുള്ളൊരു നിരാശ വരാൻ പാടില്ല. ഇപ്പം നമ്മളെ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് അഹ്മദ് ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. അവരൊരു കിതാബാണ് ഹിക്കം, ലോകത്ത് അറിയപ്പെടുന്നൊരു ഗ്രന്ഥം. എല്ലാവർക്കും അതിൽ ശമനമുണ്ട്. എന്നുവെച്ചാൽ അമല് കുറഞ്ഞവനുണ്ടാവും, ഔന്നിത്യത്തിലെത്തിയവനുണ്ടാവും, മധ്യത്തിലുള്ളവരുണ്ടാവും. ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും മുന്നേറാനുള്ള ഒരു ഉപദേശങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ആ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് അവർ തുടങ്ങുന്നൊരു വാചകം. അപ്പോൾ നമ്മൾ ചിലപ്പം തോന്നും അങ്ങനെ ഒരു തെറ്റ് വന്നുപോയി, ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ധാരണ വരാൻ പാടില്ല. ഏതാളും നന്നാവാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി. ഇപ്പം 99 ആളെ കൊന്നു അവസാനം ഒരാളെയും കൊണ്ടുവന്ന് 100 പൂർത്തിയാക്കിയ ആളൊക്കെ അല്ലേ, അയാളും അവസാനം രക്ഷപ്പെട്ട് അള്ളാഹു തആലാന്റെ തൃപ്തിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിരാശ ആർക്കും പാടില്ല. അപ്പോൾ ആത്മീയ വഴിന്ന് സാലിഹായ അഅമാലുകൾ ചെയ്തിട്ട് അതിനാൽ ഉണ്ടായിത്തീരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ആത്മീയ വഴിന്ന്. ഹദീസിലുണ്ടല്ലോ, മൻ അമില ബിമാ അലിമ, പഠിച്ചതുകൊണ്ട് വല്ലനും അമൽ പ്രവർത്തിച്ചാൽ അള്ളാഹു തആല അറിയാത്തതിൻ്റെ അറിവും, ഓന്തിരെ പഠിച്ചിട്ടില്ല, വായിച്ചു പഠിച്ചിട്ടൊന്നുമില്ല, ഇല്ലാത്ത അറിവുകൾ അള്ളാഹു തആല അവന് തനിയെ നൽകുന്നു. അപ്പോൾ ഈ ചെയ്തതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് അദ്ദേഹം അഹ്മദ് ബിൻ അത്വാഇല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, തുടക്കം മൂപ്പരെ ഹിക്മൻ്റെ ആദ്യത്തെ ഭാഗം. ഇനി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ സാധാരണ ഓതി പഠിക്കാൻ സമയം കിട്ടൂലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സിലായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. മിൻ അലാമത്തുൽ ഇത്തിമാദി അൽ അമലി, അമലിൻ്റെ മേൽ, ചെയ്യുന്ന അമലിൻ്റെ മേൽ ആസ്വദിച്ചു എന്ന ലക്ഷണത്തിൽപ്പെട്ടതാണ് നുക്സാനുർ റജായി എൻ്റെ വുജൂദി സലൽ, അബദ്ധങ്ങളോ പിഴവുകളോ തെറ്റുകളോ വരുമ്പോൾ പ്രതീക്ഷ കുറഞ്ഞു പോകും. ഇനിയിപ്പം ഞാൻ ചെയ്തിട്ടെന്താ, ഞാനിങ്ങനെ ചെയ്തുയില്ലേ, അങ്ങനെ ഒരു നിരാശ വരാനുള്ള കാരണം
അവനാൻ്റെ അമലിൻ്റെ മേൽ ആസ്പദിച്ചത് കൊണ്ടാണ് വെച്ചാൽ ഞാൻ അമൽ ചെയ്ത് അമലുകൊണ്ട് ഞാൻ ജയിക്കും, എനിക്കൊണ്ട് ഞാൻ നന്നാവും എന്തൊരു ആസ്പദം ഉണ്ടായത് കൊണ്ടാണ് മോശപ്പെട്ട എന്തെങ്കിലും ഒരു അബദ്ധം വന്നുപോയി, ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. വാസ്തവത്തിൽ അമലിൻ്റെ മേലല്ല ആസ്പദിക്കേണ്ടത്. അമലെന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട് അമലുകൾ. ഒന്നിപ്പോൾ ഇസ്ലാം, 2 ഈമാൻ, 3 ഇഹ്സാൻ. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഇത് 3 കൂടി കൂടുമ്പോഴാണ് ഒരാൾ പൂർണ്ണമായ മുഅ്മിനായി. അതാണ് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ സഹാബാക്കളൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തും മറഞ്ഞ ലോകത്തും വരാനുള്ളതും ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരും പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതിൽ ചില ആൾക്കാർ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയവരുണ്ട്, മകൻ മുസ്ലിമാണ്, അച്ഛനും അമ്മയൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എൻ്റെ വാപ്പ എവിടെയാണ് നബി, നരകത്തിലോ സ്വർഗത്തിലോ? അപ്പോൾ പറഞ്ഞു, ഇന്ന അബി വാബാക്ക ഫിന്നാർ, എൻ്റെ വാപ്പ എൻ്റെ വാപ്പ നരകത്തിലാവും. ചോദ്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ നബിക്ക് തന്നെ എന്ത് ചെയ്തു, അല്പം ദേഷ്യം വന്നു. കാരണം ദേഷ്യം വരാനുള്ള കാരണം ആളെയും അവസ്ഥയും സന്ദർഭമൊക്കെ മനസ്സിലാക്കി വേണം ചോദിച്ചു പഠിക്കുക. അപ്പോൾ റസൂലുള്ളൊരു കുറഞ്ഞ കാലം ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ. 40 കഴിഞ്ഞ് 63 പോവും. അതിൻ്റെ ഇടയിൽ നാളത്തെ വിജയത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കണം. അതിനപ്പോൾ നബി ഇവിടെ നിൽക്കണം. ഇവർ ചോദിക്കുന്നത് വേറെന്തോ ചോദ്യം, എൻ്റെ അച്ഛനേടാ, എൻ്റെ അമ്മയുടെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊരു മറുപടിയാണ് കൊടുത്താൽ, ഇന്ന അബി വാബാക്ക ഫിന്ന, എൻ്റെ വാപ്പി എൻ്റെ വാപ്പി നരകത്തിലാവും. അപ്പോൾ അങ്ങനെ അബ്ദുള്ള എന്ന് പറയുന്ന റളിയല്ലാഹു നരകത്തിലാണോ? അതങ്ങനെ മറുപടി വരാൻ കാരണം ചോദിച്ച ആളെ പിതാവ് മുശ്രിക്കാണ്. അയാൾ ഇസ്ലാം വരുന്നതിന് മുമ്പ് ബഹുദൈവ വിശ്വാസിയായിട്ട് മരിച്ചതാണ്. അയാൾ നരകത്തിലാണ്. എൻ്റെ വാപ്പ നരകത്തിലാണ്. അപ്പം നിങ്ങളാപ്പയെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ വാപ്പ സ്വർഗത്തിലാണെന്ന് മറ്റവരെ താങ്ങാൻ കഴിയില്ല. അതെന്താ, ജനാധിപത്യം വേണ്ടതെന്ന് ചോദിക്കും. അതിനപ്പം മറുപടി കൊടുത്തൊരു ഹിക്മത്ത്, ഇന്ന അബി വാബാക്ക പിന്നെ എൻ്റെ വാപ്പി എൻ്റെ വാപ്പി എന്ന് പറയും. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ അബൂലാബ്, കളാപ്പിയും വാപ്പ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിനർത്ഥം ഈ ചോദ്യങ്ങളൊന്നും അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ചോദിച്ച് പഠിക്കേണ്ടത് ഞാൻ എന്തൊക്കെ സൂക്ഷിക്കണം, ഞാൻ എന്തൊക്കെ പഠിക്കണം, ഞാൻ എന്തൊക്കെ ഒഴിവാക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ചോദിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വിദേശിയെ പോലെ, ഒരു സാധാരണക്കാരെ പോലെ ഇങ്ങനെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ മുന്നിൽ ഇങ്ങോട്ട് വന്നിരുന്നു. പെട്ടെന്ന് ആളെതിരെ കണ്ട പരിചയമൊന്നുമില്ല. ഊർത്തുനിന്ന് വരും പോലെ വന്നിട്ട് മുട്ടോട് മുട്ട് ചേർത്ത് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ചോദിച്ച ചോദ്യം ഒന്നെന്താ, മൽ ഇസ്ലാം യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ഇപ്പം നബീൻ്റെ പേര് ഒരാൾ വിളിക്കൂലല്ലോ. അപ്പോൾ ഈ വന്ന ആൾ കാണിക്കുക, എനിക്കത്ര പരിചയമൊന്നുമില്ല, മൂപ്പരാരാന്നൊന്നും. അങ്ങനെ ഒരു അപ്പം വിവരമില്ലാത്ത ഒരാൾ, ഇത്രയും വിവരമില്ലാത്ത ഒരാളില്ലെന്ന് എന്താണ് ചോദിച്ചു പഠിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക ജിബ്രീൽ വന്നിട്ട്. ജിബ്രീൽ സാധാരണ മനുഷ്യരൂപത്ത് വന്നിട്ട് ഇസ്ലാം എന്താ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പറയും, ആ സദക്ത, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ നേരത്തെ പരിചയമുണ്ടെന്ന് തോന്നി. ഇയാളെ മറുപടിയുണ്ട്. 2ാം വട്ടം വീണ്ടും ചോദിച്ചു, മൽ ഈമാൻ, ഈമാൻ എന്താന്ന്. ഈമാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞപ്പോൾ സദക്ത, അപ്പോഴും പറഞ്ഞു ശരി വെച്ചു. പിന്നെ ചോദിച്ചു, മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താ. അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇയാൾ ശരി വെച്ചു. പിന്നെ ചോദിച്ചു, ഖിയാമെന്ന മത്തസാഅത്തു, അവസാന നാളെന്ന. അപ്പം അതിന് മറുപടി, ചോദിക്കപ്പെട്ട ആൾ ചോദിച്ചവനേക്കാൾ വിവരമുള്ള ആളല്ല. എനിക്കറിയില്ല എന്നല്ല പറഞ്ഞു. ചോദിക്കപ്പെട്ട ആൾ ചോദിച്ച ആളേക്കാൾ വിവരമുള്ള ആൾ. നിങ്ങളെക്കാൾ നമുക്ക് വിവരമില്ല എന്നാണ് സാരമെങ്കിലും വാചകം പറഞ്ഞെന്താ, ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ വിവരമില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞ്? അത് ഇന്നെന്നല്ല, ഇനി ലോകാവസാനം വരെ ഏതൊരു ചോദിക്കുന്നവനും മറ്റൊരാളോട് ചോദിച്ചാൽ ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും 2 ആളും അതിൽ കണക്കായിരിക്കും. ആർക്കും അതിൻ്റെ ഡേറ്റ് അറിയില്ല. അത് അള്ളാഹ് വിട്ടുകൊടുത്തിട്ടില്ല. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാ, അള്ളാഹുവിലേക്ക് മാത്രം മടക്കപ്പെടും സാഹത്തിൻ്റെ. അത് ആരെയും അറിയിച്ചിട്ടില്ല. അത് ആർക്കൂട്ടും അറിയേയും. നമ്മൾ അടുത്ത് ഇങ്ങനെ പറയും, പക്ഷെ എപ്പോഴാന്നുള്ള കൃത്യത അത് അവിടെ തന്നെ, അത് വിട്ടുകൊടുത്തിട്ടില്ല. അതങ്ങനെ മറുപടി. അപ്പോൾ എന്നിട്ട് ആ സംഭവം കഴിഞ്ഞ് ജിബ്രീലങ്ങ് പോയി. ജിബ്രീലാണെന്ന് ആർക്കും അറിയില്ല. അന്ന് ഉമർ ഖത്താബൊക്കെ ഉണ്ട് സദസ്സിൽ. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടു. എനിക്കറിയപ്പോൾ നാൾ വന്ന ആരാ? ഇല്ല. അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്.
അത്താഹു ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീൻ എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ മൂപ്പര്. അപ്പോൾ അതാ ചോദിച്ചതൊക്കെ അങ്ങനെ നിങ്ങൾ ചോദിച്ചു പഠിക്കുകയാണ്. ഇസ്ലാം ചോദിക്കുക, ഈമാൻ ചോദിക്കുക, ഇഹ്സാൻ ചോദിക്കുക. ഇതാണ് ഒരാളിപ്പോൾ വിജയിക്കാനുള്ള, ഒരാൾ പൂർണ്ണ മൂമിനാവാൻ വേണ്ട 3 എണ്ണമാണ്. പിന്നെ ചോദിച്ചു പഠിക്കേണ്ട ഈ അവസാനം നാളല്ല. നാളെ എന്നാന്ന് ചോദിച്ചപ്പോൾ അതിനിങ്ങനെ മറുപടി അറിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചത് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം, അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ലക്ഷണം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യത്തിൻ്റെ മനസ്സിലാക്കുമ്പോൾ എന്താ, ദീൻ നിങ്ങൾക്ക് എന്താണ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ജിബ്രീൽ വന്ന് ചോദിച്ചതെന്ന് പറയുമ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഇത് 3 എണ്ണമാണ്. ഏത്? ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഇത് 3 അടങ്ങിയതാണ് ദീൻ എന്നാണ്. അപ്പോൾ ഇത് 3 പഠിക്കുകയും ഇത് 3 ഉൾക്കൊള്ളുകയും വേണം. അപ്പോൾ അമല് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അമലുണ്ട്, ഈമാൻ്റെ അമലുണ്ട്, ഇഹ്സാൻ്റെ അമലുണ്ട്. ഇത് 3 അമലുകൾ. പക്ഷെ അമൽ ചെയ്യുകയും വേണം. അമലിൻ്റെ മേലിൽ നമ്മൾ ആസ്വദിക്കാൻ പാടില്ല. എൻ്റെ അമലുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ളതായൊരു ബോധം നമുക്കുണ്ടാകാൻ പാടില്ല. ആസ്വദിക്കൽ അള്ളാഹു താലാൻ്റെ മേലിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ചെയ്യാൻ നമ്മൾ കഴിയുന്നത്ര ശ്രമിക്കണം. അപ്പോൾ അതിലതാണ് ഇതിൽ ഇസ്ലാമിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്, ഈമാനാണ് തരീഖത്ത് എന്ന് പറയുന്നത്, ഇഹ്സാനാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഇത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇതൊരാൾ തള്ളിക്കളിയെ നിഷേധിക്കുകയാണെങ്കിൽ പിൽക്കാലത്തുള്ളൊരു ശൈഖനൊന്നും അല്ല തള്ളല്, അള്ളാഹിൻ്റെ റസൂലിനെയാണ് തള്ളുന്നത്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ദീൻ എന്താന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്താണ് 3. നബിയെ മറുപടി പറഞ്ഞപ്പോൾ എന്തോ പേവുണ്ടെങ്കിൽ ജിബ്രീൽ തിരുത്തണം. ജിബ്രീൽ പറഞ്ഞത് സഹത്ത, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അപ്പോൾ ഇത് 3 വേണം മനുഷ്യൻ. അപ്പോൾ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ലാഹിർ ഭാഗം പ്രത്യക്ഷ ഭാഗം നന്നാക്കാണ്. തരീഖത്ത് നമ്മൾ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ കേടുകളൊക്കെ തീർക്കാണ്. ഹഖീഖത്ത് തന്നെ അതിൻ്റെ അപ്പുറമുണ്ട് രഹസ്യം എന്ന് പറയുന്ന സിർറ് എന്ന് പറയും. ആ ഭാഗത്തിൻ്റെ നന്മക്കുള്ളതാണ്. ഇനി ലാഹിറിനെ നന്നാക്കൽ എങ്ങനെ? വിലക്കിയ കാര്യങ്ങളൊക്കെ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുവരും. ഉള്ളു വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറം നന്നായാലും ഉള്ളിലുണ്ടാവും ദുഷ്ട സ്വഭാവങ്ങൾ. ദുഷ്ടം പറഞ്ഞാൽ ആ സ്വഭാവം അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചാൽ അത് മുസ്ലിമിന് നിരക്കുന്നുവല്ല. ഇപ്പോൾ അസൂയ, അഹങ്കാരം, പിന്നെ വിദ്വേഷം, അനുവദനീയമല്ലാത്ത രീതിയിലുള്ള വികാരം, ഇങ്ങനെ പിടിച്ചിട്ടുള്ള എന്തെല്ലാം ദുഷ്ട സ്വഭാവങ്ങൾ, പിശുക്ക്, ലുബ്ധത, ആർത്തി, ഇങ്ങനത്തെ എല്ലാ ദുഷ്ട സ്വഭാവങ്ങളെ തൊട്ട് ഉള്ളു വൃത്തിയാവണം. എന്നിട്ട് ആ സ്ഥാനത്ത് സൽ സ്വഭാവങ്ങൾ കൊണ്ടുവരണം. ഇനി രഹസ്യം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളു അള്ളാഹിന്റെ മുമ്പിലും കൂടി തകരുക. എനിക്കൊന്നുമില്ല, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാനോട് വിജയിക്കുകയില്ല, ഇനി എന്നെ രക്ഷപ്പെടുത്തോ, എൻ്റെ കൃപ കൊണ്ടല്ലാതെ ഞാൻ രക്ഷപ്പെടൂല എന്നുള്ള അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ഉള്ളുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ തളരും. ഇതാണ് ഈ 3 അമലുകൾ. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എന്താ, ഇതിൻ്റെ രചയിതാവ് പറഞ്ഞ കാര്യങ്ങൾ അമലിൻ്റെ മേലിൽ ആസ്വദിക്കരുത്, പക്ഷെ അമൽ ചെയ്യുകയുമ്പോൾ അമലുകൊണ്ടാണ് ഫലം ഉണ്ടാകുക. അപ്പോൾ ഫമൻ അഷറക്കത്ത് ബിദായത്തു. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അങ്ങനൊന്നും ഇപ്പോൾ ചെയ്തോളണമെന്നില്ല, സൂക്ഷിച്ചോളണമെന്നില്ല, ചെയ്യേണ്ടത് അങ്ങനെ കരുതുകയും ചെയ്യരുത്. ഫമൻ അഷറക്കത്ത് ബിദായത്തു, ആരെങ്കിലും തുടക്കം നന്നായാൽ അഷറക്കത്ത് നിയായത്തു, അവൻ്റെ ഒടുക്കവും പ്രകാശിക്കും. തുടക്കത്തിൽ തന്നെ നല്ല രീതിയിലാണ് വളർന്നു വന്നതെങ്കിൽ അഷറക്കത്ത് നിയായത്തുവാൻ്റെ അവസാനവും പ്രകാശിക്കും. ഇനി ചില ആൾക്കാർ തുടക്കത്തിൽ മോശാന്ന് വിചാരിച്ചു ഖേദിക്കേണ്ടതില്ല, അവനതിൽ നിന്നൊക്കെ മടങ്ങി നന്നായി കഴിഞ്ഞു, അതാ തുടക്കം എന്ന് പറഞ്ഞു. ആദ്യം ചിലപ്പോൾ കുറേ കാലം തെറ്റുകുറ്റങ്ങളിലൊക്കെ ആയി, പക്ഷേ അതിൽ നിന്ന് പാടെ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങി നന്നായി, അതാ തുടക്കം. ഇനി അള്ളാഹുവിലേക്കുള്ള യാത്ര തുടങ്ങുക. ആ സമയത്ത് വീട്ടേണ്ട ഹക്കുകളൊക്കെ വീട്ടി മടങ്ങേണ്ടതെന്നതൊക്കെ മടങ്ങി ആ ഖേദിച്ചുകൊണ്ട് തുടക്കമായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന് അതാണ് തൗബ എന്നാണ്. ആ രീതിയിലായി കഴിഞ്ഞാൽ അഷറക്കത്ത് നിഹായത്തു, ഇനി അവൻ്റെ അവസാനം പ്രകാശിക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ അവന് കാണാം. അപ്പോൾ ആ എന്തൊക്കെയും ആമലി തെരീക്കെത്തിയപ്പോൾ തെരീക്കിൻ്റെ ആ ആമലിലേക്ക് ഒരാൾ നീങ്ങരുത്, ശരീഅത്തിൻ്റെ അമലുകളൊക്കെ ഇങ്ങനെ പൂർത്തീകരിക്കാം. അപ്പോൾ പിന്നെ ശരീഅത്തിൻ്റെ അമലൊക്കെ പൂർത്തിയാവാത്ത ഒരാൾക്ക് ദിക്റോ സലാത്തോ ഒക്കെ ചെല്ലാൻ കൊടുക്കും ചിലപ്പോൾ മശായിഖന്മാർ. അതിൻ്റെ അർത്ഥം ഓനെ തെരീക്കത്തിൽ കയറ്റുക എന്നുള്ളതല്ല. ഓൻ്റെ ശരീഅത്ത് പൂർണ്ണമായി വൃത്തിയായി വേണ്ടതുപോലെ ആവാൻ വേണ്ടി, ഒരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് ദിക്റും സലാത്തും ഒക്കെ കൊടുത്തുകൊണ്ട് ഓനെ കഴുകിയെടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പം ഫൈദാ തത്തഹറ മിൻ ഔസാഫിൽ ബശരിയത്തി, മനുഷ്യപ്രകൃതമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മോചിതനാണ്, മുക്തമാണ്. നാ തഹല്ലാദി ഔസാഫി റുഹാനിയത്തി, മലക്കുകളുടെ സ്വഭാവം. മലക്കുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മലക്കൊക്കെ ഇഷ്ടം അല്ലാഹു തആലാന്റെ ദിക്ർ,
അള്ളാഹുക്കുള്ള താഴത്ത്, അള്ളാഹിൻ്റെ ഇബാദത്തുകൾ, അള്ളാഹിനെക്കുറിച്ചുള്ള അറിവുകൾ, അവർക്ക് വേറൊരു തളർച്ചയും ക്ഷീണമൊന്നുമില്ല. അതേ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുന്നു. അവൻ തിന്നോളണമെന്നില്ല. കണ്ണുകൾ കെട്ടിയിൽ ഒരു കൊല്ലമൊക്കെ തിന്നാതെ നിന്നു, ഒരു കൊല്ലം ഉറങ്ങാതെ നിന്നു എന്നൊക്കെ പറയുന്നത് അതിനൊന്നൊരു ക്ഷീണവും കാര്യങ്ങളൊന്നും അറിയില്ല. അതങ്ങനെ അതിൻ്റെ അവസ്ഥയിലേക്കാട്ട് എത്തിക്കഴിഞ്ഞാൽ, മലക്കിയായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ മനുഷ്യപ്രകൃതങ്ങളിൽ നിന്നൊക്കെ സ്വഭാവമായി കഴിഞ്ഞ്, മനുഷ്യപ്രകൃതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യന് എപ്പോഴും തിന്നണം, ഉറങ്ങണം, നല്ലതിനൊക്കെ തളർച്ചയ്ക്കും, അല്ലാത്തതിനൊക്കെ മൃഗീയമായ എല്ലാ സ്വഭാവങ്ങൾക്കും മനുഷ്യന് ഉന്മേഷമായി. അത്തരം പ്രകൃതങ്ങളിൽ നിന്ന് ഒഴിവായി മലക്കിയായ സ്വഭാവത്തിലേക്ക് എന്ത് വരും? ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പ്രവർത്തിച്ച് തരീഖിൻ്റെ ഔസാഫുകളെ കൊണ്ട് ഹൃദയങ്ങളൊക്കെ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ പിന്നെ നന്മയിലേക്കാണ് മറ്റേ ആഗ്രഹങ്ങൾ ഇങ്ങനെ വരിക. അതിന് ശുദ്ധിയാവണം. അത് ശുദ്ധിയാവാത്ത കാലത്തോളം അത് കിട്ടൂല. അതിന് ഉള്ളിലുള്ള വൃത്തികേടുകളൊക്കെ ആദ്യം വൃത്തിയാക്കണം. എന്നിട്ട് അവിടെ നല്ലതിങ്ങനെ വരണമെങ്കിൽ മറ്റേതാൾ മാറ്റി കൊടുത്തെങ്കിലേ നല്ലത് വരുള്ളൂ. അതിനാണ് ഇപ്പോൾ ദിക്റുകൾ, സലാത്തുകൾ, ഈ ശരീരത്തിൻ്റെ അമലുകളൊക്കെ ചെയ്യുന്നത്. ആ ശരീരത്തിൻ്റെ അമലൊക്കെ വേണ്ടതുപോലെ കൊണ്ടുവന്നതിൻ്റെ ശേഷം ഹൃദയ ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങൾക്കുള്ള അമലുകൾ ഇങ്ങനെ ചെയ്തിട്ട് അതൊക്കെ ശുദ്ധിയാക്കി എടുക്കണം. അങ്ങനെ ഈ റൂഹിയായ ആ സിഫത്തുകൾ, ഗുണങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർത്താവുൽ ജവാരിയും പിന്നെ ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല അമൽ ചെയ്യാൻ. പിന്നെ അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആശ്വാസമായിട്ടാണ് നിൽക്കുക. മമ്പലകയില ഹഖീഖത്തുൽ ഇസ്ലാം. നമ്മളിപ്പോൾ മുസ്ലിമാ എന്ന് പറയും, അതൊരു വാചകത്തിലുള്ള മുസ്ലിമാണ്. സാക്ഷാൽ ഇസ്ലാമിലേക്ക് ഒരാൾ എത്തിയാൽ ലൻ യഖ്ദിർ അൻ യഫ്തുറാനിൽ അമലി, അമലിനെ തൊട്ട് തളരാൻ അവന് കഴിയൂല. ചെയ്യാണ്ട് അമല് ചെയ്യാതെ ലീവ് ഒരു ഹോളിഡേ അങ്ങനെ ചെയ്യാൻ കഴിയൂല. എങ്ങനെയാ ഇപ്പം എൻ്റെ യജമാനന് ഞാൻ ഈ താഴത്തില്ലാതെ വെറുതെ എൻ്റെ സമയം എങ്ങനെ കളയാന്നുള്ളതായ ഒരു ബോധം അവൻ്റെ ഉണ്ടാവുക. സാക്ഷാൽ ഇസ്ലാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരാളിൽ മുസ്ലിം എന്ന് പറഞ്ഞെടുത്തത്. എന്നുവെച്ചാൽ അനുസരണം. എങ്ങനെ അനുസരണം? ലാഭേച്ഛകളൊന്നും കൂടാതെ, ലാഭവും കുതിക്കുന്നില്ല, ശിക്ഷനെ പേടിക്കുന്നില്ല, അതൊന്നുമില്ലാതെ യജമാനൻ്റെ കടപ്പാടായിട്ട് ഒരാൾ കാണാനുമല്ല, മറ്റൊരാൾ കേൾക്കാനുമല്ല, എന്തെങ്കിലും കിട്ടാനും അല്ലാത്ത രീതിയിൽ വെറും റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സ്വയം റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ ഈ സ്ഥാനത്തെത്തുമ്പോഴേ ഒരാളെന്താവുള്ളൂ? മുസ്ലിമാവുള്ളൂ. അപ്പം അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവനെ അമൽ ചെയ്യാൻ ആരും പ്രേരിപ്പിച്ചോളമില്ല. അവന് കൂലി ആഗ്രഹിക്കൂല, അവന് ശിക്ഷ പേടിക്കൂല. അതല്ല ഉള്ളത്. അവൻ യജമാനേക്കാൾ ആഗ്രഹപ്രകാരം ചെയ്യാം. ഒമം ബലകയില ഹഖീഖത്തുൽ ഈമാനി, സാക്ഷാൽ നമ്മൾ മൂമിന എന്ന് പറയാ എന്നല്ലാതെ സാക്ഷാൽ ഈമാനിലേക്ക് എത്തിയാൽ ലം യഖ്ദിർ അൻ യൽതഫിത ഇലൽ അമലി ബിസിവല്ലാഹ്, അള്ളാൻ്റെ അമലല്ലാതെ, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അമലല്ലാതെ മറ്റൊരു അമലിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇവന് കഴിയൂല സാക്ഷാൽ മൂമിനാണെങ്കിൽ. ഓം ബലകയില ഹഖീഖത്തുൽ ഇഹ്സാനി, സാക്ഷാൽ ഇഹ്സാൻ എന്ന് പറഞ്ഞതിലേക്ക് ഒരാൾ എത്തിയാൽ ലം യഖ്ദിർ അൻ യൽതഫിത ഇലാ അഹദിൻ സിവല്ലാഹ്, അല്ലാത്ത ഒന്നിലേക്കും തിരിഞ്ഞു നോക്കാൻ അവന് കഴിയൂല. അവൻ്റെ ഹൃദയം എപ്പോഴും റബ്ബിൻ്റെ ഹളറത്തിലായിരിക്കും, വേറൊന്നിലേക്കും ഛർദ്ദിക്കാൻ അവന് കഴിയൂല സാക്ഷാൽ ഈമാനിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാലോ വലായത്തമിതിൽ മുരീദ് ഫി സുലൂക്കി ഹാദിയിൽ മക്കാമാത്തി, ഇത്തരം സ്ഥാനങ്ങളിൽ വഴികളിൽ പ്രവേശിക്കുമ്പോൾ ഇയാൾ ആസ്വദിക്കരുത് അലാ നഫ്സി, അതിൻ്റെ ഫലം കൊണ്ടാണ്, അല്ലെ ഞാൻ ചെയ്തിട്ടാണ് എന്ന് അവൻ്റെ തടിമലും ആസ്വദിക്കരുത്. വലാ അമലിഹി, അവൻ്റെ കർമ്മത്തിൻ്റെ മേലും ആസ്വദിക്കരുത്. വലാ ഹൗലിഹി വഖുവത്തി, അവൻ്റെ ശക്തിൻ്റെ മേലും ആസ്വദിക്കരുത്. വൈന്നമാ ഏത്തമിത് വലാ ഫളിൽ റബ്ബിഹി, ഇതൊക്കെ ഞാൻ ചെയ്താലും ശരി റബ്ബിൻ്റെ ഫളിലുണ്ടെങ്കിലേ ഞാൻ വിജയിക്കുള്ളൂ. അങ്ങനെ റബ്ബിൻ്റെ ഫളിൻ്റെ മേലും മാത്രം ആസ്വദിക്കണം. വ തൗഫീഖിഹി, അള്ളാഹിൻ്റെ തൗഫീഖിൻ്റെ മേലും ആസ്വദിക്കണം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഇനി ഏതെങ്കിലും ഒരു അബദ്ധം വന്നാലും അവന് ഖേദിക്കാനില്ല. കാരണം റബ്ബിനിക്ക് ഖേദങ്ങളൊന്നും വരാനില്ലല്ലോ. ബെൻ്റേൽ അങ്ങനെ വന്നുപോയി, വന്നാലും നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ റബ്ബ് എന്ത് ചെയ്യും? സ്വീകരിക്കും. കുറഞ്ഞു പോയത് കൊണ്ട് ഖേദിക്കാനില്ല. കാരണം റബ്ബ് താല ചിലപ്പോൾ കുറഞ്ഞതായിരിക്കും അള്ളാഹു താല വലുതാക്കുന്നത്. അപ്പോൾ എൻ്റെ ആസ്പദം എന്തിൻ്റെ മേലായിക്കോട്ടെ, ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഒഴിക്കേണ്ട കാര്യങ്ങൾ ഒഴിക്കുകയും വേണം, കൊണ്ടുവരികയും വേണം. അതേ സമയത്ത് ഇവൻ്റെ ഹൃദയം ആസ്വദിക്കുന്നത് പരിശുദ്ധനായ റബ്ബിൻ്റെ മേലിൽ മാത്രം, റബ്ബിൻ്റെ ഫളിൽ, ഔദാര്യം, ആ ഔദാര്യത്തിൻ്റെ മേലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൻ യദ്ഖുല അഹദുക്കുൽ ജന്നത ബിഅമലിഹി, നിങ്ങളാരും അമൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കുക. കാലു വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും കടക്കൂല നബി? കാല വലാന, ഞാനും കടക്കൂല. ഇല്ലാ യതഗമ്മദനില്ലാഹു ബിറഹ്മതിഹി, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ ഞാനും ചെയ്യില്ല സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പോൾ ചെയ്തത് കൊണ്ട് ഒരാൾക്ക് കടക്കൂല. അങ്ങനെ നമ്മൾ വാശിടിച്ചാൽ ചെയ്തത് തൂക്കാൻ തുടങ്ങും, തൂക്കിയാൽ പിന്നെ ആട്ടോ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകും. പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റൂല. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ ഹൃദയം ആസ്വദിക്കുന്നത് അള്ളാഹു താലാൻ്റെ ഫളിൻ്റെ മേലായിരിക്കും. ഫൽ ഈത്തിമാദു അലൻ നുഫൂസ്, സ്വന്തം നഫ്സിൻ്റെ മേൽ ആസ്വദിക്കില്ല. അങ്ങനെ ആയി ഞാനെന്തായാലും ജയിച്ചു,
ഞാനങ്ങനെ എൻ്റെ കർമ്മങ്ങൾ അങ്ങനെ എന്നുള്ളൊരു ധാരണ അവനാൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ അത് മിൻ അലാമത്തി ഷക്കായി പരാജയത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ജയിക്കൂ, അല്ല എൻ്റെ കർമ്മം ശരിയാണ് എന്നുള്ളൊരു ബോധം ബൈബിൾ ആസ്പദിക്കൽ വന്നാൽ അത് പരാജയത്തിൻ്റെ ലക്ഷണമാണ്. ഈത്തിമാദു അല്ല അഴമാലി, അല്ല എൻ്റെ അമല്, ആ അമലുകൊണ്ട് ഞാൻ വിജയിക്കും എന്നൊരാൾ ഉറപ്പിക്കുകയാണെങ്കിൽ അത് അദമുത്തഹക്കൊക്കെ ബിസവാലി നീങ്ങിപ്പോവുക എന്നുള്ളതായ ഉറപ്പില്ല. ഇന്നിപ്പം ചെയ്ത അമല് ചിലപ്പോൾ അള്ളാൻ്റെ അടുക്കൽ വെക്കുമ്പോൾ ആ അമലൊന്നും കബൂലായിക്കൊള്ളണമെന്നില്ല. അപ്പം അമല് നീങ്ങിപ്പോവില്ല എന്നുള്ള നീങ്ങിപ്പോകുന്നുള്ളതായ ആ ഉറപ്പ് ഓനില്ലാഞ്ഞിട്ടാണ്. ഈത്തിമാദു അൽ കറാമത്തി, ചിലപ്പോൾ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ ഹൃദയത്തിന് ചില സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, അതിൻ്റേതായ ചില നൂറുകളൊക്കെ ചിലപ്പം വരും. അതൊരു കറാമത്തുകളാണ്. അതിൻ്റെ മേലും ആസ്വദിക്കരുതെന്നാണ്. അത് അലാദമി സുഹബത്തിൽ റിജാലി, അത് പൂർണ്ണ പുരുഷന്മാരോട് സഹവസിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പൂർണ്ണ പുരുഷൻ എന്നാൽ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അറിഞ്ഞുകൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു ഗുരു, അങ്ങനത്തേതായ ഒരു ഗുരുവിൻ്റെ ഒപ്പം കൂടുമ്പോഴേ ഹൃദയത്തിൽ ഉള്ളതായ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ശുദ്ധി ചെയ്യും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ നബി അവരെ തസ്കിയത്ത് യത്ലുഅലൈഹിം, അവരെ മേൽ ഓതിക്കൊടുക്കും, ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും എന്നിട്ട് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും വയുസക്കീഹിം അവരെ തസ്കിയത്ത് സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യുന്ന. അപ്പം ഇങ്ങനത്തെ ഒരാളുകൾ ആ ആളോടുകൂടെ ഉണ്ടെങ്കിലേ ഉള്ളിലുള്ള ഇത്തരം കറകൾ എന്ത് ചെയ്യും നീക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അത്തരം ഒരാളുമായിട്ട് സഹവസിക്കാത്തത് കൊണ്ടാണ് ഒന്നുകിൽ നെഫ്സിൻ്റെ പേരിൽ, സ്വന്തം തടീൻ്റെ പേരിൽ, അല്ലെ സ്വന്തം അമല് കൊണ്ട്, അല്ലെ അമലിനാൽ വരുന്ന ഫലം കൊണ്ടൊക്കെ സന്തോഷിക്കുന്നത് ഇത്തരം ഒരാളോടുള്ള സഹവാസം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തു വേണം? വലാബുദ്ധമി ഷെയ്ഖ് യുഹരിജുക്കമ്മിൻ താബി നഫ്സിക്ക ഇലാ റാഹത്തിക്ക ബി ഷുഹൂദി റബ്ബിക്ക, എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തന്ന് ആ റബ്ബിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു വഴികാട്ടിനെ എനിക്ക് ആവശ്യം. അയാൾ മന്ദല്ലക്കാലല്ല അമലി, വെറും അമല് മാത്രം അറിയിച്ചെന്നാൽ പക്കത്ത് അത്യാപൊക്കെ ആളെന്നെ ബുദ്ധിമുട്ടിക്കുന്നവനായി. ഇപ്പം നമ്മൾ അമലൊക്കെ അറിയിച്ചു, ആ അമലിൻ്റെ അർത്ഥം അമല് ചെയ്യുക, അതിൻ്റെ മേൽ ആസ്വദിക്കരുതെന്ന് പറയുന്നതാണ്. വേണ്ടേ അങ്ങോട്ടാ നോക്കേണ്ടത്? അള്ളാഹുവിലേക്ക് നോക്കുക, അള്ളാഹിൻ്റെ ഔദാര്യത്തിലേക്ക് നോക്കുക, അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് നോക്കുക. ഒമൻ തല്ലക്കാലത്തുഞ്ഞ, ഒരു ഷെയ്ഖ് എനിക്ക് അറിയിച്ചു തരുന്നത് ദുഞ്ഞാവ് ഉണ്ടാക്കണ മാർഗ്ഗമാണെങ്കിൽ പക്കത് വർഷമൊക്കെ അയാൾ എന്നെ വഞ്ചിച്ചു. ഇതാണ് ശരിക്ക് ആത്മീയ ഗുരുവര്യന്മാർക്ക് ഇവിടുത്തെ ഏർപ്പാടുകളൊന്നും പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം ഒരിക്കില്ല. കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കേണ്ടതോ മറ്റേ വർക്കത്തുണ്ടാക്കേണ്ടതോ വീട് കൂട്ടി തരേണ്ടതോ ഇതൊന്നും ഓല ഹുക്മിൽപ്പെട്ടതല്ല, ഓല ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. ഒരു ഷെയ്ഖ് എന്നെ ദുഞ്ഞാവ് അറിയിച്ചു തരികയാണ് പക്കത് വർഷമൊക്കെ അവൻ എന്നെ വഞ്ചിച്ചു എന്നാണ്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചിലത് പറഞ്ഞു കൊടുക്കുന്നത് വൈഫായ ഈമാനുള്ളവരുണ്ടോ, ഓലോട് ആദ്യം തന്നെ പഠിച്ചവൻ പറ്റി പറഞ്ഞാൽ ഓൽക്കുള്ളത് താങ്ങാനാവില്ല. അപ്പോൾ ആദ്യം ഓലെ പുരണ്ട് ശരിയാണോ, പിന്നെ ഓലെ ജോലി ശരിയാണോ, അങ്ങനെ നമ്മൾ മീനെയൊക്കെ പിടിക്കാൻ ഇരട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുക എന്നല്ലാതെ ഒരു ഷെയ്ഖിനക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ദുഞ്ഞാവിൻ്റെ കാര്യം അറിയിച്ചു കൊടുക്കാൻ പാടില്ലതാണ്. കാരണം ഷെയ്ഖ് എന്തിനിരിക്കുകയാണ്, അള്ളാഹിലേക്ക് ആളെ വിളിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ദുഞ്ഞാവാണ് അറിയിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇവനെ വഞ്ചിക്കലാണ്. അപ്പോൾ ഐഹികമായ ലോകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം ഷെയ്ഖിൽപ്പെട്ടതല്ല. അങ്ങനെ ആൾ പറഞ്ഞാൽ ആൾ വഞ്ചിച്ചു. പക്ഷേ ഇഷ്ടക്കേട് വരുമ്പോൾ അത് എന്നോട് അറിയണ്ടെന്നല്ല, പിന്നെ ഇപ്പം ആരോടത് പറയും, നിങ്ങളോടല്ലാണ്ട് അങ്ങനെ വേല ചോദിക്കാം. ഒമൻ ദല്ലക്കാലല്ലാഹി, അള്ളാഹിൻ്റെ മേൽ എനിക്ക് എന്നെ ആരോ അറിയിച്ചു തന്നാൽ ഫഖദ് നസാക്ക, ആ ഗുരു എനിക്ക് ഗുണം കാംക്ഷിച്ചവനാണ്. അള്ളാഹുവിലേക്ക് എന്നെ എത്തിക്കുന്ന മാർഗം എനിക്ക് അറിയിച്ചു തന്നു കഴിഞ്ഞാൽ അയാൾ എൻ്റെ ഗുണകാംക്ഷിയാണ്. അതല്ല അള്ളാഹിൻ്റെ മേൽ അതെല്ലാം അറിയിച്ചു തരുന്നത് ഐഹികമായിട്ട് എനിക്കെന്തോ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് ആൾ അറിയിച്ചു തരുന്നതെങ്കിൽ അയാൾ ആരല്ല, ഗുണകാംക്ഷിയല്ല, ആൾ വഞ്ചകനാണ്, എൻ്റെ വഴി മുറിക്കുക ചെയ്യുന്നത്. അള്ളാഹിൻ്റെ മേൽ അറിയിച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദലാലത്തുലാൻ നഫ്സി, സ്വന്തം നഫ്സിനെ മറക്കുക, വേറെയുള്ളതിനായിട്ട് മറക്കുക. ഇതാ നസീത്ത നഫ്സക്ക ദക്കർത്ത റബ്ബക്ക, നഫ്സിനായിട്ട് മറന്നു കഴിഞ്ഞാൽ പിന്നെ റബ്ബിന് ഓർമ്മ വരുമ്പോൾ അതുക്കുർ റബ്ബക്ക ഇതാ നസീത്ത, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ സ്മരിക്കുക. നിങ്ങൾ അള്ളാഹ് അല്ലാത്തതിനൊക്കെ ആയിട്ട് മറന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴാണ് ചെയ്യുക, അള്ളാഹിൻ്റെ ഓർമ്മ വരും. അതിന് ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്ത എല്ലാവരും മറക്കണം. അങ്ങനെ മറന്നാൽ പിന്നെ അവിടെ ആര് പ്രത്യക്ഷപ്പെടും? അള്ളാഹു താല ഉദിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞത്? ഈ രീതിയിലായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അറിയിച്ച് തന്നു കഴിഞ്ഞാൽ ക്ലേശങ്ങളില്ല, പിന്നെ റാഹത്ത് തന്നെയാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും ആ റാഹത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അതെന്താ? അത് നെഫ്സ് മരിക്കാത്തത് കൊണ്ടാണ്.
നഫ്സ് മരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് നമ്മൾ വേറെ മൃഗീയമായ പ്രാകൃതങ്ങളും സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ആ സ്വഭാവങ്ങളൊന്നുമില്ല ഉള്ള കാലത്തോളം നഫ്സ് ഇങ്ങനെ ജീവിച്ചിരിക്കുക, ഈ റൂഹ് ഇങ്ങനെ ശേഷി കുറഞ്ഞു. അപ്പോൾ നല്ല സാലിയ അമാലുകളൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ഭാരമായിട്ട് തോന്നും. അതേസമയത്ത് മൃഗീയമായ എല്ലാ പ്രവർത്തിക്കും നല്ല ഉത്സാഹവും, തിന്നാൻ, കുടിക്കാൻ, ഭോഗിക്കാൻ, ഉറങ്ങാൻ, ഇങ്ങനത്തെ ഒന്നും യാതൊരു മരുന്നും വേണ്ട, നല്ല ഉഷാറായി. അതേസമയത്ത് ദിക്റ്, സലാത്ത്, അള്ളാഹുവിന്റെ ദായത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വലിയ ഭാരങ്ങളുണ്ട്. അതിന് നെഫ്സ് മരിപ്പിച്ചെടുക്കാൻ നെഫ്സിന്റെ പ്രാകൃത സ്വഭാവങ്ങൾ, ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഭക്ഷണം, വെള്ളം, ഉറക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് അങ്ങനെ ആ സ്വന്തം നെഫ്സിന്റെ പ്രാകൃത സ്വഭാവങ്ങളെ മരിപ്പിച്ചെടുത്ത് റൂഹിനെ ഹയാത്താക്കി എടുക്കണം. ആത്മാവിനെ ഹയാത്താക്കി കഴിഞ്ഞാൽ ആത്മാവിനെ ഭക്ഷണത്തിലേക്കും മറ്റുള്ളതിലേക്കും അല്ല താല്പര്യം, അള്ളാഹിന്റെ താഴത്തിലേക്കാണ്. അപ്പം അതിനിങ്ങനെ അവർക്ക് റായത്ത് കിട്ടും, അല്ലാത്തവർക്ക് ആ റായത്ത് കുറയുകയും ചെയ്യും. അപ്പം എനിക്കെന്താ ക്ഷീണമെന്ന് നോക്കണ്ട, ക്ഷീണം ഉണ്ടാണ് ഇങ്ങനെയാണ്. അവരതിന് പറഞ്ഞൊരു പദ്യ, അയ്യുവല്ല ആശിക്കു മയന ഹുസ്നിന, നമ്മളെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി സങ്കല്പിച്ച് പറയാ, നമ്മളെ സ്നേഹിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ മഹറുന വാലി, നമ്മളെ മഹർ വലിച്ച് വില കൂടിയ മഹറാണ്. നമ്മളെ വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ കല്യാണം എന്ന് ആരിഫീങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഉസൂലാണ്. അവിടെ ഭാര്യൻ്റെ സ്ഥാനത്ത് പോലും സങ്കല്പിക്കുന്ന ആരാണ്? അള്ളാഹു താലാണ്, അള്ളാഹുവിലേക്കുള്ള സമാഗമം. അതിന് വലിയ വിവാഹമൂല്യം, മഹർ വലിയ വില കൂടിയതാണ്. എന്താ? ജസദും മുഅ്മിനീൻ, വെലിങ്ങുന്ന ശരീരം, വെള്ളവും ഭക്ഷണവും ഉറക്കമൊക്കെ കുറച്ചിട്ട് ആ പ്രിയപ്പെട്ട ആൾ പരിശുദ്ധനായ അള്ളാഹിനെ മാത്രം സ്നേഹിച്ച് പിന്നെ ഉറക്കില്ല, ഊണില്ല, ഭക്ഷണമില്ല, അങ്ങനെ വെലിയിപ്പിക്കപ്പെട്ട ശരീരം. റൂഹം ഫില്ലന, ക്ഷീണിച്ചതായ ആത്മാവ്. വജുഫൂലില്ല തദൂക്കുൽ വസന, ഉറക്കി രുചിക്കാത്ത കൺപോളവ്. ഫുആദുൻ ലൈസ ഫീഹി ഗൈറു, നമ്മളല്ലാതെ ആ ഹൃദയത്തില്ല അങ്ങനത്തെ ഹൃദയം. വൈദാമാശീത്ത, എനിക്ക് ഇന്നെ കിട്ടണമെങ്കിൽ അദ്യത്തമ്മൻ ആ വിലയായിട്ട് വന്നോ, എന്നാ തരാതെ. അങ്ങനെയാണ് അള്ളാഹ് പറയാതെ. അള്ളാഹിനെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ വിലകളാണ് പറഞ്ഞ്, വിലയായിട്ട് വന്നാൽ എന്നെ കിട്ടുമോ, അതിൻ്റെ വില ഇതാ. കാശ് തരലല്ല, ഉറക്കൊഴിച്ച് ശരീരം വലിയിച്ച് കൺപോളകളൊക്കെ ഉറക്കൊന്നും രുചിക്കാതെ എൻ്റെ ഹൃദയത്തിൽ ആരില്ലാതെ ഹൃദയമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് തന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. ഫഫിന ഈ ശീത്ത ഫനാൻ സർമ്മത, എനിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നീ ചെയ്തോ, നിത്യമായിട്ട് എന്നിൽ ലയിച്ചോ. ഫൽ ഫനാ യുദിനിയിലാതാക്കൽ ഫിന, അങ്ങനെ എന്നിൽ ലയിച്ചാൽ എൻ്റെ മുറ്റത്തേക്ക് വരാം. വഹ്ലയിൻ അയലേരി, 2 ചെരുപ്പ് പാട് ഊരി വെക്കണം. ഈ ചീത്തയിലാതാരിക്കല്ലയ്യ, ഞാനെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല. അള്ളാഹുവിനൊരു പെണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് ആ പെണ്ണുള്ള കുടുംബത്തിൽ ഇനി വരികയാണെങ്കിലും മുറ്റത്ത് ചെരുപ്പൊക്കെ ഊരിയൊക്കെ 2 ചെരുപ്പും. 2 ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ദുന്യാവും ഒന്ന് ആഖിറും, 2 ആട് ഊരിയിടും. വഹ്ലയിൻ അയലയും ദുനിയാവിന് വേണ്ടിയായി പോകരുത്, ആഖിറത്തിന് വേണ്ടിയായിട്ട് വരുന്നത്. പിന്നെ എന്തിനാ വരുന്നത്? അള്ളാഹു താലാക്ക് വേണ്ടിയായിക്കാണ് വരുന്നത്. അങ്ങനെ വന്ന് വയൻ കൗനൈനി കുൻ മുൻഖലിയ, 2 ലോകത്തിനെ തൊട്ട് നീ ഒഴിവാകും. വാസിൽ മാ ബൈനനാമിൻ ബൈനന, എൻ്റെയും നമ്മളെ ഇടയിൽ, എൻ്റെ ഇടയിൽ ഇടാന്നുള്ള അങ്ങ് ഒഴിവാക്കണം. വേറെ ഇടകളൊന്നും ഉണ്ടാകരുത്, ഞാനും ഇനി മാത്രം. വൈതാക്കീല മന്ദഹുവ, അപ്പോൾ ആരോ ചോദിച്ചു ഇനി ആരെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ ഇനി ഇങ്ങനെ പറഞ്ഞു, അനമന്നഹുവ അമ്മന്നഹുവ ആന, ഞാൻ സ്നേഹിക്കുന്നവനും ആ ആളും ഞാനും ഒന്നാണ്, നമ്മൾ 2 ആളില്ല. ഇങ്ങനെയാണ് പരിശുദ്ധമായ ഇതിനായ റബ്ബിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് അവർ പറഞ്ഞ ഭാഗം എന്താ? ആരും നിരാശപ്പെടേണ്ടിയില്ല. തെറ്റ് വന്നു പോയവരും അമല് കുറഞ്ഞു പോയവരും അമൽമലെല്ലാം ആസ്വദിക്കേണ്ട, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒഴിക്കേണ്ടത് ഒഴിക്കണം. അതേസമയത്ത് ആസ്വദിക്കുന്ന ആരുടെ മേലായിരിക്കണം? പരിശുദ്ധനായ റബ്ബിൻ്റെ ഫضലിൻ്റെ മേലാകും. ചെയ്യാൻ ഭാഗ്യം കിട്ടി ഉണ്ടെങ്കിൽ അള്ളാഹു തആല ഫضല് തന്നതുകൊണ്ട്. അബദ്ധം വന്നു, തെറ്റുകൾ വന്നു, അള്ളാഹിൻ്റെ വിധി. എന്നിട്ട് എന്ത് ചെയ്യുക? വിധി ആയതുകൊണ്ട് അതിൽ തിരുപ്പതിപ്പെടാനുള്ള പിന്നെ അർത്ഥം എന്ത് ചെയ്യുക? അതിൽ നിന്ന് മടങ്ങിയിട്ട് നന്മയിലേക്ക് തന്നെ വീണ്ടും മടങ്ങുക. മനുഷ്യൻ ഇൻസാനിയത്തിനെ ശുദ്ധി ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞാൽ നരകത്തിന് 7 വാതിലുകൾ, സ്വർഗത്തിന് 8 വാതിലുകൾ. എന്നതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള സ്വഭാവങ്ങൾ പ്രധാനപ്പെട്ട് 7 ദുസ്വഭാവങ്ങൾ. ഈ ഓരോ സ്വഭാവത്തിൽ കാരണം മുഖേനയാണ് ഓരോ നരകത്തിൻ്റെ വാതിലിലേക്ക് ഓരോരുത്തർ കടക്കാൻ അർഹരാകും. എന്നതുപോലെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട സിഫാത്തുകൾ 7 സിഫാത്തുകൾ. ഇതിൽ 4 തന്നെങ്കിലും മുറിച്ച് കടന്നെങ്കിലേ ഒരാൾ മനുഷ്യനാവും, മുസ്ലിമല്ല മനുഷ്യനാവും. ഒന്നാമത്തത് അമ്മാറത്ത് എന്ന്, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇതിന് തെളിവെന്താന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്നത് ഖുർആനിൽ കാണാം, ഇന്നൻ നഫ്സ ല അമ്മാറത്തും ബിസ്സൂ,
നഫ്സ് ചീത്തക്ക് അടിമപ്പെട്ടതായ ശരീരമാണ്. ഏത് നഫ്സും അതിൻ്റെ പ്രകൃതിയാണ്. വളരെ ശുദ്ധന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലത്തെ അമ്പിയാ, അപൂർവം അങ്ങനത്തതായ ഔലിയാക്കന്മാരല്ലാത്തവർക്കൊക്കെ ഏത് തെറ്റുകളും ഇഷ്ടമുള്ളവരായിട്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. തെറ്റിലേക്ക് അവർക്ക് ഇഷ്ടമായിക്കൊണ്ടാകും. ഇതിനാണ് അമ്മാറത്തും ബിസൂ എന്ന് പറയുന്നത്. നല്ലതിലേക്ക് മടുപ്പുണ്ടാവും, ചീത്തയോടും ഇത് ഇഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തുള്ള ഒരു ശരീരത്തിന് 70 ഇബിലീസിൻ്റെ ശക്തിയാണ്. ഇബിലീസ് എന്ന് പറയുമ്പോൾ ലാനത്തുള്ളാഹി എന്ന് അറിയൂലേ, ആ ഒരു ഇബിലീസിൻ്റെ 70 മടങ്ങ് ശക്തി ഉണ്ട് ഏതൊരാൾക്കും നമ്മളെ ശരീരത്തിൽ. അതിൽ അപൂർവം ചില ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഒഴിവാണ്. അല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും. അതാ ഈ അമ്മാറത്ത് എന്ന് പറയും. ഇപ്പം നമ്മൾ മറ്റവനൊന്ന് ഇടിച്ചു, അതിലിങ്ങനെ അഭിമാനിക്കും, ഉള്ളിലിങ്ങനെ അഭിമാനം തിളക്കുകയും വരണ്ടിയപ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഖേദം ഇങ്ങനെ വരികയല്ലേ, അങ്ങനെയല്ല ഉണ്ടാകുക. ഇതിലൊക്കെ സന്തോഷങ്ങളാണ്. ഈ അമ്മാറത്ത് എന്നുള്ളതായ അവസ്ഥയിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ പേര് മുഹമ്മദ് എന്നാണെങ്കിലും ആൾ കാഫറാണ്, ഓൻ നരകത്തിലേ എത്തുള്ളൂ. നമ്മൾ ഓൻ്റെ മേൽ ഹത്തോതി തഹ്ലീലേലി നേർച്ച ഐക്യമൊക്കെ ചെയ്താലും ശരി, മൂപ്പരും കൂടെ എത്തൂല. 70 ഇബിലീസിൻ്റെ സ്ഥാനത്ത് അതേ ശക്തിയിൽ ആ സ്ട്രോങ്ങിലാ പോകും മരണപ്പെട്ടു. അള്ളാൻ്റെ അടുക്കൽ ഓനാ പരാജയപ്പെട്ടവരാണ്. ഈ അമ്മാറത്ത് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിച്ചെടുക്കണം. അതിനാണ് തഹ്ലീലൊക്കെ ചെദ്ദിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും. ഇത്ര അധികമൊക്കെ ദിക്റല്ലണോന്ന് ചോദിക്കും. എത്ര ചെല്ലണ്ടീന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ശക്തി എങ്ങനെ എത്രയാണ് അതിനനുസരിച്ചാണ്. ഒരു പഴയ ഇരുമ്പ് നന്നാക്കി മൂർച്ച കൂട്ടണമെങ്കിൽ കൊല്ലാൻ ഒരുപാട് ചൂടാക്കി തല്ലേണ്ടി വരും. എന്നതുപോലെ നമ്മൾ വളരെ മൃഗീയത്തിൽ മുഴുകിയതായ ഒരു ശരീരമാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിപ്പോൾ എത്ര ലക്ഷം ചെല്ലിയിരുന്ന കാര്യം. നമ്മൾ പഴയ ചാക്കോ ശർക്കര ചാക്കോ കൊണ്ടുവന്ന് തിരുമ്പിയാൽ വെളുക്കുമോ? ഞാൻ 10 വട്ടം തിരുമ്പിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനേക്കാൾ എത്രയോ കടുപ്പം വേറിയതാണ് നമ്മുടെ ശരീരം. അപ്പം അതിങ്ങനെ ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാൻ പുതുക്കണം, വനുവിറു കുലൂബക്കും, നിങ്ങൾ ഹൃദയങ്ങൾ വെളുപ്പിക്കണം, പ്രകാശിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിസ്കരിച്ചാൽ പോരെ, ഞാൻ കുറേയൊക്കെ ചെല്ലിയിട്ടാ പോരെന്ന് വെച്ചാൽ പോരാ, മതിയായില്ല. കറകളൊക്കെ നീങ്ങണം. അങ്ങനെ നീങ്ങിയെങ്കിലേ അമ്മാറത്ത് എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് നീങ്ങുള്ളൂ. എന്നാൽ രക്ഷപ്പെട്ടോ? ആയില്ല. അമ്മാറത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രണ്ടാമത്തെ അവസ്ഥയാണ് ലവ്വാമത്ത് എന്ന് പറയുന്ന ആ ഒരവസ്ഥ. ലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, പരിശുദ്ധ ഖുർആനിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിച്ചു നോക്കെ, ഞാൻ പൈല എവിടെ എന്നുള്ളത് ചിന്തിച്ചാൽ തിരിയും. ആ പറയുന്ന സ്ഥാനത്ത് ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് ആ പോയിന്റിൽ നിന്ന് കൂടി രക്ഷപ്പെട്ട് കിട്ടിയാൽ രണ്ടാമത്തെ ലവ്വാമത്ത്. ലവ്വാമ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നന്നായിട്ടൊക്കെ ചെയ്യും, ചില സമയത്ത് നേരെ തിരിച്ചും ചെയ്യും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ഖേദം ഇങ്ങനെ വരും, അത് ചെയ്ത് ശരിയായില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ നിന്നിങ്ങനെ പറയാൻ പറ്റും. ഇത് രണ്ടാമത്തെ അവസ്ഥ. അവിടേക്ക് എത്തിയ അപ്പോഴും മുസ്ലിമായില്ല. ഈ അവസ്ഥ നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിലും അപ്പോഴും ഇതല്ല, മുസ്ലിമല്ല. ഇതിൽ നമ്മളെവിടെ ഏത് പോയിന്റിലാണുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്ടി. എത്ര ചെല്ലണം, എത്ര ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ ചിന്തിച്ചോളൂ. ഈ നിന്നൊക്കെ ഈ സമയത്ത് ഒരാൾ മരണപ്പെട്ടാൽ ഓൻ സാക്ഷാൽ മൂമിനാവൂല. ഓൻ മരിക്കുന്ന സമയത്ത് ഈമാൻ അവിടെ നിന്നോളന്നില്ല. ഓൻ ഈ ലവ്വാമത്തിൽ ഇപ്പോൾ ഇബ്ലീസിൻ്റെയും നഫ്സിൻ്റെയും കെണിയിലാണ്. ആ പോയിന്റിൽ വെച്ചുകൊണ്ട് അമലുകളൊക്കെ ചെയ്തുകൊണ്ട് ലവ്വാമത്ത് എന്നുള്ളതായ ആ സ്ഥാനവും വിട്ടുകഴിഞ്ഞാൽ മുൽഹിമത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു സ്ഥാനം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. പരിശുദ്ധ ഖുർആനിലെ അതിൻ്റെ തെളിവാ മുൽഹിമ എന്ന് പറയും. ഈ മൂന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴുള്ള സ്വഭാവം അൽഹമഹ, അള്ളന്നെ പറയുന്നത് ഫുജൂറഹ, ദോഷം ചെയ്യാനും തോന്നിപ്പിക്കും. വതഖ്വാഹ, നല്ലത് ചെയ്യാനും തോന്നും. ചിലപ്പം നല്ലത് ചെയ്യും, ചിലപ്പം തിന്മ ചെയ്യും. അങ്ങനെ അപ്പനാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അവിടെ ഉണ്ടാവും മുപ്പത് ഉഷാറായിട്ട്, ഇവിടെ ഉണ്ടാവും പുറത്ത്. ഈ അവസ്ഥ നമ്മളാൾക്കൊക്കെ പറയാം മുസ്ലിം മുമ്പ് മരിച്ചു, ആചാര്യം മരിച്ചു, അല്ലെങ്കിൽ വലിയാരും മരിച്ചു, മറവ് ചെയ്ത് 70,000 ചൊല്ലി 3 കഴിച്ചു, ഇനി അടുത്ത കൊല്ലം നേർച്ച ചെയ്യാൻ മുമ്പ് എങ്ങനെ ചെയ്യാം. ഇയാൾ മരണപ്പെട്ട് ഈ ഏതൊരവസ്ഥയിലായിരിക്കും. ഓൻ ഇപ്പോൾ കവറിൽ കിടന്ന് അതാബ് കിടന്ന് മുഴുകായിരിക്കും. ഇവിടെ മറ്റൊരു നേർച്ച കഴിക്കുന്നവരെ മൂപ്പര് അതാബിലാണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഇതൊക്കെ ഖുർആനിലുള്ളതാ. ആ സമയത്ത് മരണപ്പെട്ടാലും രക്ഷപ്പെടാൻ പോകുന്നു. നാലാമത്തെ ഒരവസ്ഥ ഉണ്ട് മുത്തുമഇന്ന. മുത്തുമഇന്ന എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ശാന്തനായ ശരീരം എന്ന് പറയുന്നത്. ശാന്തനായ ശരീരം വെച്ചാൽ അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വമേധയാ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം, സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാം. അതിൽ പിന്നെ മാറ്റമൊന്നുമില്ല. ഈ അവസ്ഥയിൽ തെറ്റിലേക്കൊന്നും പോകില്ല. അള്ളാഹ് കൽപ്പിച്ച വിധികൾ, അള്ളാഹിൻ്റെ ഖളാകളൊക്കെ വന്നാൽ തൃപ്തിയോടുകൂടെ സ്വീകരിക്കുക. അതിനെ കയ്പോ അതിന് വിഷമോ വെറുപ്പോ ഒന്നുമില്ല, ഒക്കെ സന്തോഷം.
ആ രീതിയിൽ അടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് മുത്തുമയിൻ, ഇപ്പോഴാണ് ഒരാൾ ഒരു മനുഷ്യൻ എന്നവനെ പറ്റി പറയാൻ പറ്റുക ശരിക്കും. ഈ 4ാമത്തെ പോയിന്റിൽ അമ്മാറത്തും ലവ്വാമത്തും മുല്ലിമത്തും കഴിഞ്ഞ് മുത്തുമയിന്നത്ത് എന്ന് പറയുന്ന ഈ അവസ്ഥയിലെത്തേണ്ട സമയത്താണ്. നിങ്ങൾ ഓർത്ത് നോക്കി ഇത്ര ആൾക്കാർ പൈലെത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മളെ അണക്കിനും മുമ്പിനിങ്ങളും എവിടോ എത്തിയാലും കൂട്ടിയച്ചാലൊക്കെ ആയി. ഈ പറയുന്ന അവസ്ഥ നമ്മളെ കൽവിലേക്ക് അട്ട് നോക്കിയാൽ നമ്മളെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. യാ അയ്യത്തുഹൻ നഫ്സുൽ, ഖുർആൻ പറയും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. അല്ലാഹു പറയും യാ അയ്യത്തുൽ മുത്മയിന്ന. ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തെത്തിച്ചുകൊണ്ട് മരിക്കുമ്പോൾ ആ നഫ്സിനോട് പറയപ്പെടും, ഓ ശാന്തമായ ശരീരമേ, ഇർജി ഇലാ റബ്ബിക്ക്, നാഥനിലേക്ക് മടങ്ങിക്കോളൂ എന്ന് പറയപ്പെടും ആടെത്തിയാൽ. അപ്പോൾ അവിടെ എത്തിയിട്ടില്ലേ അത് പറയുന്നില്ല. റബ്ബിൻ്റെ അടുക്കലേക്ക് ശാന്തനായി പോയിക്കോന്ന്, തൃപ്തിയോടുകൂടെ പോയിക്കോളൂ എന്ന് പറയുന്നത് ആ സ്ഥാനത്തെത്തിയാലാ. അതിന് മുമ്പുള്ള അവസ്ഥയിലുള്ള ആൾക്കാരോട് അത് പറയപ്പെടൂല. അല്ലാതെയാണോ മരണപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു തആല റൂഹിനെ പിടിക്കുന്ന സമയത്ത് കുറേ ശിക്ഷിക്കും. ചിലപ്പോൾ അവിടെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഖബറിൽ കൊണ്ടുപോയി കുറേ ശിക്ഷിക്കും. ഇനി അവിടെ നിന്നും കഴിഞ്ഞിട്ട് നാളെ മഹ്ശറയിൽ വെച്ച് ശിക്ഷിക്കും. അതും കഴിഞ്ഞില്ലേ പാലത്തും വന്ന് ശിക്ഷിക്കും. പാലത്തൊന്നും റെഡിയായില്ലേ കുയ്യിലിട്ടിട്ട് നരകത്തിലിട്ട് ശിക്ഷിക്കും. അവിടെ നിന്ന് ശുദ്ധി ചെയ്തിട്ട് മാത്രമേ ഈമാൻ കണികാടുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ. ഇതൊക്കെ ഇതിന് മുമ്പ് ചെയ്തു പോകേണ്ടതാണ്. അപ്പം ഇവിടുന്ന് റൂഹ് പിരിയുന്നതിന് മുമ്പ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന എന്ന് പറഞ്ഞ മുത്മയിന്നത്ത് പറഞ്ഞ സ്ഥാനത്തെത്തണം സാധാരണ ഒരു മനുഷ്യൻ ആവണമെങ്കിൽ. അപ്പോഴാണ് ഒരു മുസ്ലിം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നതാണ് എന്തെന്ന്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക്ക്, എന്നെ നാഥനിലേക്ക് നീ മടങ്ങുക റാദിയത്തൻ. മുത്തുമയിന്നത്തിൽ തന്നെ ഈ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തആല ഏത് കൈപ്പറ്റ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ ഒക്കെ എൻ്റെ ഇഷ്ടം എന്നോട് ചെയ്തതാണ്, എനിക്ക് അതിൽ യാതൊരു ഇഷ്ടക്കേടുമില്ല. റാദിയത്തൻ, ഇവൻ അങ്ങോട്ട് തൃപ്തിയാണ്. ഇവൻ അങ്ങോട്ട് തൃപ്തിപ്പെടുമ്പം അള്ളാഹു തആലാക്ക് ഇങ്ങോട്ടും തൃപ്തിയാണ്. അപ്പം മർദിയത്ത് എന്ന അവസ്ഥയിൽ എത്തി റാദിയത്തിലേക്ക് 6 സ്ഥാനങ്ങൾ. അപ്പോൾ ഇവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, അള്ള ഇവനെയും തൃപ്തിപ്പെട്ടു. അവിടേക്ക് എത്തി ശാന്തത എന്നുള്ളിടത്ത് പോയിട്ട് അള്ള എന്ത് കൈപ്പറ്റ വിധികൾ തന്നാലും ഇവൻ അങ്ങോട്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ആ റാദിയത്ത് എന്ന് പറയും. ഇവൻ അങ്ങോട്ട് തൃപ്തിപ്പെടുമ്പോൾ അള്ളാഹു തആലാക്ക് ഇവനോടും തൃപ്തിയായി. അപ്പോഴാണ് എന്ത് മർദിയത്ത് എന്ന് പറയും. അപ്പോൾ 6ആയി. ഈ 6ഉം കഴിഞ്ഞുകൊണ്ട് 7ാമത്തെ അവസ്ഥയിൽ കാമിലെത്തി. അപ്പോഴാണ് എന്ത് ചെയ്യുക, പൂർണ്ണനായൊരു മനുഷ്യൻ എന്ന് നമ്മൾ പൂർണ്ണതയിൽ പറയാം. അപ്പോഴാണ് പൂർണ്ണനായൊരു മുസ്ലിം എന്നൊക്കെ പറയാം. ഈ അവസ്ഥയിൽ ഒരാൾ തെറ്റാതെ മരണപ്പെട്ടാൽ അയാൾ മുസ്ലിമായിട്ട് മരിച്ചു എന്ന് പറയാം. അല്ലാത്തതൊക്കെ കാനേശുമാരി മുസ്ലിം, റേഷൻ കാർഡിൽ മുസ്ലിം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ആരൊക്കെ വിജയിച്ചു, ആര് പാലം കടന്നു, ആര് സ്വർഗത്തിലെത്തിയെന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, പേര് മാത്രം. ഇങ്ങനെ 7 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ 7 സിഫത്തുകളും പൂർത്തിയാക്കി ശുദ്ധീകരിക്കേണ്ട ശുദ്ധി ചെയ്തു, 7 കടമ്പങ്ങളും കടഞ്ഞു. ഈ കാമിലത്തിലെത്തി പൂർത്തിയാകുമ്പോഴാണ് ഒരാൾ ഒരു പൂർണ്ണ മുസ്ലിം, ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞ സ്ഥാനത്തൊക്കെ എത്തുന്നു. അവിടെ എത്തണം. അങ്ങനെ ജീവിച്ചായും മരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അമലുകളൊക്കെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇപ്പോൾ ഇനി ശഅബാൻ മാസമുള്ളത് ഒക്കെ വലിയതായ ദിവസങ്ങളാണ്, വലിയ മഹത്വങ്ങൾ രാവിലും പകലിനും ഒക്കെ ഉണ്ട്. ഒക്കെ ചെയ്തോളി. എന്നിട്ട് പരിശുദ്ധ റമദാൻ, അതും അങ്ങനെ റമദാനൊന്നും ഇനി വേസ്റ്റായി പോകും. ഇങ്ങനെ കുറേ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഒരു ഉണ്ടാക്കലും തീറ്റും കൂടിയോ ഉറക്കും. പകൽ പോയവനും രാവിലെ ഒറ്റ ഉറക്ക്, വൈകുന്നേരം അസറോട് കൂടെ ഓടിക്കണേ, അല്ലെങ്കിൽ ഓറ് ലാസ്റ്റിൽ കള്ളാണ്ടെന്നാൽ പോരെന്ന് വെച്ച് കഴിഞ്ഞ് അങ്ങനായിട്ട് ഉറങ്ങാം. അപ്പോൾ നോമ്പ് പോറ്റ യാതൊരു മറവയും ഇവനെ അറിയുന്നില്ല. രാത്രി പിന്നെ അങ്ങനെ മണിക്കൂർ വിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടി അനക്കുമ്പോൾ തീറ്റിച്ചുകൊണ്ട് അങ്ങനെ ഒക്കെ ഇത് നഷ്ടമായി പോകും. നാളെ ആഖിറത്തിൽ റമദാൻ നമുക്ക് ഇതിൽ സാക്ഷിക്കരുതെന്നും പറഞ്ഞേക്കൊണ്ട് റമദാൻ പറയാണ്ടിരിക്കുമോ, ഞാനവിടെ പോയി വെറുതെ പോകുന്നത് അതുപോലെ ഒന്നും ചെയ്തില്ല എന്ന് റമദാൻ പറയും. അപ്പോൾ അതുകൊണ്ട് അമലിന് വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതുക, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക, ഖളാഉള്ള നിസ്കാരങ്ങൾ കൂട്ടുക, ചെയ്യുന്നതൊക്കെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യുക. അങ്ങനെ വെറും ഒരു പട്ടിണി കിടന്നതിനോട് മാത്രം നോമ്പുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹംസുൻ 5 കാര്യങ്ങൾ നോമ്പുകാരൻ്റെ നോമ്പിന് മുറിക്കും. സാധാരണ ഫിഖ് കർമ്മശാസ്ത്ര പ്രകാരം നോമ്പ് മുറിക്കൂല. ഇപ്പോൾ ഗീബത്ത് ഒരാൾ വള്ളറച്ചുപാട് പറഞ്ഞാലും നോമ്പ് മുറിയൂല കണക്കിന്. പക്ഷേ അന്ന് നോമ്പൊരു ഫലം അള്ളാൻ്റെ അടുക്കലുണ്ടാവില്ല. അതാ 2 പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് നബി കാണിച്ചത്. എങ്ങനെ വിളിച്ചിട്ട് ഇവർക്ക് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നബിൻ്റെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുത്തിയെന്തിനാ, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയുന്ന നോമ്പും ഇവലുമൊറ്റ നോമ്പും ഇത് നോമ്പ് വ്യത്യാസമുണ്ട്. ഇന്ന് നോമ്പ് കഴിച്ച് നാളെ ആഖിറത്തിൽ വന്നാൽ നോമ്പുള്ളാലും പഠിപ്പിക്കാൻ അവലാണ്ടാളോട് പഠിക്കാൻ വെച്ചുകൊണ്ട് ഛർദ്ദിക്കാൻ പറയും. ഛർദ്ദിച്ചപ്പോൾ പകുതി വരെ ഛർദ്ദിച്ചു, വെള്ളവേദനയുള്ളൂ. ബാക്കി പകുതി മറ്റോളും ഛർദ്ദിച്ചു. ഒക്കെ എന്താണ്, കടുത്ത രക്തക്കട്ടിയും മാംസത്തിൻ്റെ കൊണ്ടുപോവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ ഭക്ഷണം ഒഴിവാക്കലാണ്. ഹലാലൊക്കെ ഒഴിവാക്കിയാൽ നോമ്പ് നോറ്റി ഹറാമോണ്ട് എന്ത് ചെയ്തു ഒരു പള്ള ഇറക്കുകയും ചെയ്തു. ഈ നോമ്പിന് ഇനി അള്ളാൻ്റെ അടുക്കൽ ഫലമില്ല. അപ്പോൾ നമ്മളെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഇവൽക്കെല്ലാവരും ഹൃദയം, ഇങ്ങനെയൊക്കെ ഉണ്ട് നോമ്പ്. അതൊക്കെ നോമ്പുകാരാണ് സമയത്തെ സാക്ഷാൽ നോമ്പ് എന്ന് പറഞ്ഞ നോമ്പുണ്ടാവും. അതെ അള്ളാൻ്റെ അടുക്കൽ ഫലപ്പെടുന്ന നോമ്പാവുള്ളൂ. ഫിഖ്ഹിൽ ചിലപ്പോൾ സഹിയാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുക, ചുവട്ടിൽ വെള്ളം കടന്നോ അല്ലെങ്കിൽ ചുണ്ട് നനച്ചു പോയോ അതാ വിചാരിക്കുക. അതല്ല പ്രശ്നം. വെള്ളം പാരണമെന്നല്ല പറയുന്നത്. അതിനേക്കാൾ പ്രധാനം നബി കാണിച്ചു കൊടുത്ത് നോക്കി. നബിയല്ലേ ലോകത്തിൻ്റെ ഗുരു. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും പഠിപ്പിച്ചു തരണ്ടേ. രണ്ട് ലോകവും പരിചയമുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി കാണിച്ചിട്ടാ ഇതാ ഈ ഇവൾക്ക് നാട്ടുകാരെടുക്കൽ ഇവള് നോമ്പുകാരിയാണ്, ഇവൾക്ക് നോമ്പില്ലാതെ. ആ നിലക്കൊക്കെ നോൽക്കണം. എന്നിട്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. 11 മാസത്തിനേക്കാൾ മറ്റുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഉറക്കുകളൊക്കെ കുറച്ചിട്ട് 11 മാസത്തേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ഇല്ലാഹിക്ക് വേണ്ടി നല്ല നെയ്യത്തിലാക്കി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. കഴിക്കുന്ന ആഹാരങ്ങൾ കിട്ടണമൊക്കെ തട്ടരുത്. അങ്ങനെ ആ പിന്നെ നോമ്പിനൊന്നും ഫലം ഉണ്ടാവില്ല. അതൊരു പരമാവധി സൂക്ഷ്മതയോട് സൂക്ഷിച്ചിട്ട് കിട്ടിയതല്ലേ തിന്നട്ടെ വിചാരിച്ചാൽ അങ്ങനെ ആക്കരുത്. തിന്നോളണമെന്നൊന്നുമില്ലല്ലോ. ഇനി എന്തേ തിന്നാ ഞാൻ അതോട് ചോദിക്കുകയില്ല, തിന്നാ ചോദിക്കുകയും ചെയ്യും എന്തേ തിന്നത്. അപ്പോൾ നമുക്ക് ദോഷമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടത്തോട് സൂക്ഷിച്ചു കൊണ്ട് വായിക്കണം. ഈ റമദാനെ നമ്മൾ വരവേൽക്കേണ്ടത്. ഖുർആനിന് ഒരു ഹർഫ് ഓതിയാൽ 10 ഹസനത്തുണ്ട്. ഒന്നും അറിയാത്ത അമ്മമാരും വയസ്സായാലൊക്കെ ഉണ്ട്. എനിക്ക് ഖുർആൻ നോക്കി ഓതിയുടെ കണ്ണില്ല അല്ലെ കണ്ണടല്ല നോക്കാൻ അങ്ങനെ വേണ്ട. ഒരു കുല്ലുവല്ലാവെങ്കിലും ഓതിയോടി ഖുർആനെ 3 ഒരു കുല്ലുവല്ലാവും. 3 കുല്ലുവല്ലാവ് ഓതി എന്തായി ഒരു ഖത്തം തീർത്ത ഫലം അങ്ങനെ ഓതിയോളൂ. ഇനി ഒന്നുമില്ല അറിയാത്തൊരു ഇസ്മില്ലാഹി അതിനുണ്ട് ഫലം. അലിഫ് ലാം മീം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലിഫ് ഒരക്ഷരാന്ന് ഞാൻ പറയുന്നില്ല, അതിനെന്തുണ്ട് 10 ഹസനത്തുണ്ട്. അപ്പോൾ അലിഫ് ലാം മീം എന്നൊരാൾ പറഞ്ഞാൽ 30 ഹസനത്ത് അല്ലാഹു തആല അതിനായിരുന്നു. നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ ഒന്നോടുകൂടിയാണ് അതിനേക്കാൾ കൂടുതലുണ്ട്. നിസ്കാരത്തിലാണെങ്കിൽ 150 ഹസനത്ത് വരെ ഉണ്ട്. 3 അക്ഷരങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിട്ട് എല്ലാം കഴിഞ്ഞ് മരണപ്പെട്ട അടുത്ത് ഇതൊന്നും ഇപ്പം എനിക്ക് അന്ന് അറിഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചെയ്യേ. ഇന്ന് അങ്ങനെ അവിടെ നിന്ന് ഒരു ഖേദിക്കാൻ വേണ്ട അതിൻ്റെ അവസരങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും ചെയ്യുക, എല്ലാവർക്കും ഭയപ്പെടാനുള്ള മാർഗം അങ്ങനെ ഇസ്ലാമുള്ളത്. മുറ്റവന് മാത്രമേ പറ്റുന്നില്ല, എല്ലാവർക്കും ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും കഴിയാത്ത ആൾക്കാർക്ക് നല്ലത് ഇങ്ങനെ ഹൃദയത്തിൽ ചെല്ലിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാവില്ല. നാവനക്കാൻ പറ്റാത്തവരും ഉണ്ടോ, എനിക്ക് ചെല്ലാൻ കഴിയൂല, ചെല്ലാണ്ട ഉള്ളി കരുതിയോളി അള്ളാഹു ഫാത്തിയ സലാത്ത് ഇങ്ങനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നാവുകൊണ്ട് സാധിക്കാത്തവർക്ക് ഹൃദയം കൊണ്ട് നടത്തും. അപ്പോൾ ഇവിടെയൊക്കെ നടത്തുന്ന ദിക്റുകൾക്ക് മജ്‌ലിസൊക്കെ പറയുമ്പോൾ എല്ലാ ദിക്റും എല്ലാ സലാത്തും ചെല്ലാൻ കിട്ടിയാൽ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് ഉറങ്ങിയോളൊന്നുമില്ല. എല്ലാവരും കാലിട്ട് എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഉറക്ക് കറച്ചാക്കി ഉറങ്ങേണ്ടിയില്ല. സല്ലല്ലാഹു അലൈഹി അതറിയാത്തവർ ദുനിയാവിൽ ആരുണ്ടോ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹിൻ്റെ മലക്കൾ മുഴുവൻ പോലെ ഈ സലാത്ത് ഇല്ല. നിങ്ങൾക്ക് ചെല്ലിയാൽ പോരെ. അന്നില്ലേ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയോളൂ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി ചെല്ലിയോളൂ. അങ്ങനെ ഏതെങ്കിലും ഒന്നിലായിക്കണം. വെറുതെ ഇങ്ങനെ ഉറങ്ങാനായിട്ട് വരികയും ചെയ്യാറ് അതൊരു ഇബാദത്തൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേട്ട് നല്ലത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. اللهم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين.